പണ്ട് പണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കുടിപ്പക ഒരു പെരുമയായി കൊണ്ടു നടന്നിരുന്ന കാലം. വടക്കൻ മലബാറിലെ പേരുകേട്ട പ്രമാണിമാരുടെ തറവാടുകളായിരുന്നു കപ്പുള്ളി പാലാട്ടും 90-ാം വീടും. പഴയൊരു തറവാടിന്റെ 2 തായ് വഴികളിൽ ഒരു കാലത്ത് ശൂരന്മാരായ പടക്കുറപ്പന്മാരുടെയും പാരമ്പര്യം കാത്തു സൂക്ഷിച്ച കുടുംബക്കാർ. കൈകൊട്ടിയാൽ കാണാവുന്ന അകലെ വീടുകളും, പക്ഷെ കുടിപ്പക മൂത്ത് തമ്മിൽ കണ്ടുകൂടാത്ത അകലത്തിലായി ഇരു കുടുംബവും. എന്നോ തുടങ്ങിയ ഒരു വെറുപ്പവും പിണക്കവും. അടക്കിയുടെ പേരിലോ വെറ്റിലയുടെ പേരിലോ പെയിലഞ്ഞെട്ടിന്റെ പേരിലോ ഉണ്ടായൊരു അഭിപ്രായ വ്യത്യാസമാകാം ഒന്നും രണ്ടും പറഞ്ഞ് വളർന്ന് ഇടികല്ലും കുഴവിയും പോലെ കഴിഞ്ഞ വീട്ടുകാർ ഇപ്പോൾ തീയും വെടിമരുന്നുമായി മാറി. ആ കുടിപ്പക കുടുംബക്കാരുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു. അത്തരം കുടിപ്പകകളുടെ വലിയ പതിപ്പുകളാണല്ലോ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ളതും. പകയും പക വീട്ടിലുമില്ലെങ്കിലും ലോകവുമില്ല. കപ്പുള്ളി തറവാടും 90-ാം വീടും തമ്മിലുള്ള അകൽച്ചയിൽ നഷ്ടം സംഭവിച്ചത് കപ്പുള്ളിക്കാർക്ക്. അതിന് കാരണക്കാരായ 90-ാം വീട്ടുകാർ കപ്പുള്ളി പാലാട്ടുകാരെ ഒരു പരുവത്തിലാക്കിയതിന്റെ പുളിപ്പിലുമാണ്. പണ്ടങ്കോ തമ്മിലുണ്ടായ ഒരു വഴക്കിൽ 90-ാം വീട്ടിലെ ഏതോ ഒരു അംഗത്തിന്റെ വിരലോ നഖമോ ഒന്ന് മുറിഞ്ഞതിന്റെ വാശിയിൽ വീട്ടുകാർ ഒരു ഭീഷ്മ പ്രതിജ്ഞ ചെയ്തുവത്രേ. മേലിൽ കപ്പുള്ളി പാലാട്ടു വീട്ടിൽ ആന്തരിയായി പിറക്കുന്ന ഒന്നിനെയും പഞ്ഞിപ്പാൽ നുണയിക്കില്ല. 90-ാം വീട്ടുകാരുടെ ഈ കസം പ്രതിജ്ഞ, അത് കാരണം ഇപ്പോൾ കപ്പുള്ളിത്തറവാട്ടിൽ ആകെ അവശേഷിച്ചിട്ടുള്ളത് പാലാട്ട് കുങ്കിയമ്മ മാത്രം. ഭർത്താവുണ്ടെങ്കിലും 90-ാം വീട്ടുകാരെ ഭയന്ന് അദ്ദേഹം വല്ലപ്പോഴും ഗന്ധർവനെ പോലെ വന്നു പോവുകയുള്ളൂ. പിന്നെ കുങ്കിയമ്മയോടുള്ള സ്നേഹം കൊണ്ട് രഹസ്യമായി ചില സഹായികളും വന്നു പോകും. 90-ാം വീട്ടുകാർ എന്ന കൊടും ഭീകരർ ഇതിനകം തന്നെ കുങ്കിയമ്മ പ്രസവിച്ച 9 ആൺകുഞ്ഞുങ്ങളെയാണ് അവരുടെ മുൻപിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞത്. പാലാട്ട് വീട്ടിൽ നിന്നൊരു പട്ടി പുറത്തു ചാടിയാൽ അതാണോ പെണ്ണോ എന്ന് പരിശോധിക്കുവാൻ 90-ാം വീട്ടുകാർ ദിവസക്കൂലിക്ക് ആളെ നിർത്തിയിട്ടുണ്ട്. ഇനി തനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഈശ്വരൻ തരുമോ? അതിനെങ്കിലും കണ്ണിൽ ചോരയില്ലാത്ത കയ്യന്മാരുടെ കണ്ണു വെട്ടിച്ച് വളർത്തുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആ അമ്മയുടെ നനഞ്ഞ കണ്ണ് പൂജാമുറിയിലെ കണ്ണന്റെ ബിംബത്തിൽ ചെന്നുവിട്ടു. ഉണ്ണിക്കണ്ണന്റെ ജനനവും ദേവിക്കുണ്ണിക്കണ്ണനെ രക്ഷിക്കുവാനുള്ള മാർഗവും കണ്ണൻ തന്നെ ഉപദേശിച്ചതുമായ കഥ അവരുടെ ഓർമ്മയിലെത്തി. അവർ കൃഷ്ണനെ കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഭഗവാനെ വഴികാട്ടണേ. ഒരു യുക്തി അവരുടെ മനസ്സിൽ രൂപം കൊണ്ടുവന്നു. കുങ്കിയമ്മ 10ാമതും ഗർഭിണിയായി. 90-ാം വീട്ടുകാർ സന്തോഷിച്ചു. കുങ്കിയമ്മയുടെ കുഞ്ഞാണായിരിക്കണേ ദൈവങ്ങളെ. 90-ാം വീടർ മനസ്സൊന്നൊന്ന് പ്രാർത്ഥിച്ചു. ചില നേർച്ചകളും അവർ നടത്തി. ജ്യോത്സ്യനോട് ചോദിച്ചാൽ ആണായിരിക്കുമെന്ന് പറയുകയും പെണ്ണ് എന്ന് കുറിച്ച് ഉദരത്തിനിടയിൽ വെക്കുകയും ചെയ്യുന്ന കാലം. ജ്യോത്സ്യരെ, താൻ ആണെന്ന് പറഞ്ഞ് ദക്ഷിണ വാങ്ങിയിട്ടപ്പം കുട്ടി പെണ്ണ്. ദക്ഷിണ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുവാൻ അപ്പോഴങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. ഉള്ള സത്യം കൈയുടനെ കുറിച്ച് ഉത്തരയിടയിൽ വെച്ച് തന്നെയാണെന്ന് പറഞ്ഞ് എടുത്തുകൊടുത്ത് വീണ്ടും വാങ്ങും ആൺകുട്ടി ദക്ഷിണം. കുങ്കിയമ്മയുടെ പ്രസവ തീയതി കണക്കാക്കുന്ന ജോലി 90-ാം വീട്ടിലെ കാരണവർ കിറുകൃത്യമായി പൂർത്തിയാക്കി. ഒരു ദിവസം രാവിലെ കാരണവർ അനന്തരവന്മാരെ വിളിച്ചു. കൊച്ചപ്പ, കുഞ്ഞിക്കേള, ദേ കണ്ടോടാ വൈറ്റാട്ടി നാണിയാർച്ച പോകുന്നത്. നോക്കി നിന്നു. അവൾ കപ്പുള്ളി പാലോട്ടേക്കാ പോകുന്നത്. തോളിലെ 2-ാം മുണ്ട് കയ്യിലെടുത്ത് കുടഞ്ഞ് കാരണവർ പറഞ്ഞു. കുങ്കിപ്പെണ്ണിന് ഇന്ന് പേരുണ്ടടാ. കുരുവ കേക്കണ് കാതു കുറിപ്പിച്ച് നിന്നോളെ. കാരണവർ പ്രവചിച്ചത് ശരിയായി. വൈറ്റാട്ടി പാലാട്ടു വീട്ടിന്റെ പടിയേറിപ്പോയി. 10 അനന്തരവന്മാർ തുള്ളിച്ചാടി. അവർ വാള് കയ്യിലെടുത്ത് ചോരക്കുഞ്ഞിന്റെ കഴുത്ത് മുറിക്കുന്നതിനായി അഭിനയിച്ച് ആർത്തരക്ഷിച്ചു. വൈറ്റാട്ടി പാലാട്ടു വീട്ടിൽ ചെന്ന് കയറിയിട്ട് നേരം കുറെ ആയെങ്കിലും കുരവയൊന്നും കേട്ടില്ല. ഇനി കുഞ്ഞ് ചാവിള്ളയായി മറ്റോ, അതോ പെൺകുഞ്ഞോ? എങ്കിൽ അതൊരു തീരാ നഷ്ടം തന്നെ എന്ന് പിറുപിറുത്തുകൊണ്ട് അനന്തരവന്മാർ കൈവിരലിലെ ഞെട്ടിയൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദാ വൈറ്റാട്ടി ആർച്ച കപ്പുള്ളി പാലാട്ട് പടിയിറങ്ങി വരുന്നു. അനന്തരവന്മാർ വാളും പരിചയം എടുത്ത് തിടുക്കത്തിൽ അങ്ങോട്ട് ഓടിച്ചെന്നു. 90-ാം വീട്ടിലെ ശേഷക്കാരെ കണ്ട് വൈറ്റാട്ടി നിന്നു. നിങ്ങളെങ്ങോട്ടാ? നിന്നെ കാണാൻ തന്നെ. ശേഷക്കാരുടെ മറുപടി കേട്ട് വൈറ്റാട്ടി വായിലെ മുറുക്കുവാൻ തുപ്പലൊന്ന് നീട്ടിത്തുപ്പി. പിന്നെ ചോദിച്ചു, 90-ാം വീട്ടിൽ ആർക്കാ പ്രസവന വേദന? 90-ാം വീട്ടിൽ ആർക്കും ഗർഭമില്ല. പാലാട്ടു വീട്ടിലെ കാര്യമാണ് അറിയേണ്ടത്. വാൾ വൈറ്റാട്ടിയുടെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് അനന്തരവന്മാരുടെ നിൽപ്പ് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. കുങ്കിയമ്മ പെറ്റത് ആണോ പെണ്ണോ? വേഗം പറ. ആണെങ്കിൽ കുരവ കേൾക്കുമായിരുന്നല്ലോ. വൈറ്റാട്ടി തള്ളേ, ഇങ്ങോട്ട് ചോദ്യം വേണ്ട.
ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. പിള്ളേരെ, വാളും കീളും കാട്ടി വയറ്റാട്ടിയെ വരട്ടാതെ. നിന്നെയൊക്കെ പൊക്കിൾക്കൊടി മുറിച്ച് വാങ്ങിയത് ഞാൻ തന്നെയാണ്. അന്നെൻ്റെ ഈ തള്ളവിരലൊന്ന് അമർത്തിയിരുന്നെങ്കിൽ ഇന്ന് നീയൊന്നും ഈ അരിങ്കൊലയ്ക്ക് ഒരുങ്ങുകയില്ലായിരുന്നു. കുങ്കിയമ്മ പെറ്റത് പെണ്ണാ. ആണും പെണ്ണും തിരിച്ചറിയാമെങ്കിൽ ചെന്ന് നോക്ക്. വീണ്ടും കുറെ കൂടി നീട്ടി ഒരു തുപ്പ്. വയറ്റാട്ടി അത്രയ്ക്ക് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അനന്തരവന്മാർ അത് വിശ്വസിച്ചു. വയറ്റാട്ടിയുടെ വർത്തമാനം കേട്ട് അവരുടെ കഴുത്ത് കണ്ടിച്ചാലോ എന്ന ദേഷ്യമായിരുന്നു അനന്തരവന്മാർക്ക്. നാട്ടിലെ ഏത് ഗർഭിണിക്കും ആവശ്യ സേവനത്തിനായി നാണിയാർച്ച എന്ന ഈ വയറ്റാട്ടി മാത്രമേ ഉള്ളൂ എന്നതിനാൽ അവർ സമാധാനപ്പെട്ടെന്നേ ഉള്ളൂ. കപ്പുള്ളി പാലാട്ടെ കുങ്കിയമ്മ പ്രസവിച്ചത് ആൺകുഞ്ഞിനെ തന്നെയായിരുന്നു. അതേ ദിവസം അതേ സമയം അയലത്തൊരിടത്ത് ചിരുത എന്നൊരു സ്ത്രീ ഒരു പെൺകുഞ്ഞിനെയും പ്രസവിച്ചു. വയറ്റാട്ടി തള്ളയുടെ സഹായത്തോടെ കുഞ്ഞുങ്ങളെ 90-ാം വീട്ടിലെ കംസന്മാർ അറിയാതെ പരസ്പരം മാറ്റിയിരുന്നു. അയൽ വീട്ടിൽ ഒരു ആന്തരി വളർന്നു കാണുവാനുള്ള കുങ്കിയമ്മയുടെ ദുഃഖത്തിന് അറുതി വരുത്താനുള്ള ആഗ്രഹം ചിരുതയ്ക്കും ഉണ്ടായിരുന്നു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. 90-ാം വീടർക്കൊരവസരം കൈവിട്ടു പോയതിൻ്റെ നിരാശ കുറച്ചൊന്നുമായിരുന്നില്ല. കൈയുടെ കിരികിരിപ്പ് മാറായികയാൽ കറുപ്പന്മാർ ഒരു ദിവസം കപ്പുള്ളിപ്പാലാട്ട് വീട്ടിൽ ചെന്ന് കയറി കുഞ്ഞിനെ പരിശോധിക്കുക തന്നെ ചെയ്തു. തൊട്ടിലിൽ കൈകളിലൊക്കി കളിക്കുന്ന പെൺകുഞ്ഞിനെ നോക്കി അവർ മീശ മുറുക്കി കണ്ണുരുട്ടി കൈകുടഞ്ഞിറങ്ങിപ്പോന്നു. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണല്ലോ. 90-ാം വീട്ടുകാരുടെ ശല്യം കഴിഞ്ഞെന്ന് കരുതി കുങ്കിയമ്മയും ചിരുതയും അവർ നൊന്തുപെറ്റ കുഞ്ഞുങ്ങളെ തന്നെ വീണ്ടും കൈമാറി. ആരും കാണാതെ ഒരു ആൺകുഞ്ഞിനെ എങ്ങനെ വളർത്തിയെടുക്കുമെന്ന് കുങ്കിയമ്മയുടെ മുമ്പിൽ ഒരു വലിയ ചിഹ്നമായി മാറി. ഉത്തരം കിട്ടാത്ത ആ അമ്മ തൻ്റെ പൊന്നുമോൻ്റെ കവിളത്തും മാറിലും കണ്ണീർ മുത്തങ്ങൾ അണിയിച്ച് തേങ്ങിക്കരഞ്ഞു. അന്നു രാത്രി കുങ്കിയമ്മ ഒരു സ്വപ്നം കണ്ടു. കയ്യിൽ വെള്ളിച്ചരലും നെറ്റിയിലും മാറത്തും ഭുജങ്ങളിലും ഭസ്മക്കുറിയും പൂശി തീരാളി പട്ടുടുത്ത് കാലിൽ സ്വർണ്ണ മിതിയടിയിട്ട വെള്ളി തലമുടി നീട്ടി വളർത്തിയ ഒരു കാരണവർ മുൻപിലെത്തി കുങ്കിയമ്മയോട് പറഞ്ഞു: കുങ്കിപ്പെണ്ണെ, നീ വിഷമിക്കരുത്. നിന്റെ ദുഃഖങ്ങളെല്ലാം നിന്റെ 10-ാമത്തെ പുത്രൻ തീർത്തു തരും. ഇനി പറയുന്നത് കാതോർത്ത് കേൾക്കുക. ഈ തറവാടിൻ്റെ തെക്കു പടിഞ്ഞാറേ അറയിൽ തറ പാകിയിരിക്കുന്നത് പലക കൊണ്ടാണ്. പലക പടിഞ്ഞാറ് നിന്നെണ്ണുക. കിഴക്കെത്തുമ്പോൾ ചുമര് ചേർത്ത് 2 പലക മുറിപ്പലക കാണാം. ചുമര് ചേർന്ന മുറിപ്പലകയിൽ നടുവിലായി ഒരു പിച്ചള തകിട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. തകിടിൽ വിരലമർത്തിയാൽ പലക 2 അകത്തേക്ക് വലിയും. അവിടെ താഴേക്ക് കോണിപ്പടി കാണാം. ആളിറങ്ങിക്കഴിഞ്ഞാൽ പലക താനെ അടിയും. താഴെ വിശാലമായ അറയാണ്. കാറ്റും വെളിച്ചവും ഒക്കെയുള്ള ഒരു ചെറു മൈതാനം. നിന്റെ മോനെ അവിടെ വളർത്തുക. ആരും അതറിയില്ല. കുങ്കിയമ്മ ഞെട്ടി ഉണർന്നു. മുൻപിൽ ആരുമില്ല. കണ്ടത് സ്വപ്നമാണെന്ന് അവർക്ക് ബോധ്യമായി. സ്വപ്നത്തിൽ കണ്ടതും കേട്ടതും ശരിയായിരിക്കുമോ എന്ന് പരിശോധിക്കുവാൻ ആ രാത്രി തന്നെ അവർ വിളക്കുവിളിച്ച് തെക്കു പടിഞ്ഞാറേ അറയിലെത്തി. വിളക്കിൻ്റെ തിരി നീട്ടിവെച്ച് പാകി പലകകൾ പടിഞ്ഞാറ് നിന്നും അവർ എണ്ണിത്തുടങ്ങി. ദാ കിഴക്കേ ചുമരിൽ 2 മുറിപ്പലക. ചുമര് ചേർത്ത മുറിപ്പലകയിൽ മധ്യത്തായി പിച്ചളത്തകിട തെളിഞ്ഞു കാണും. എൻ്റെ പരദൈവങ്ങളെ! കുങ്കിയമ്മ കൈകൂപ്പിച്ച ശേഷം പിച്ചളത്തകിടിൽ വിരലമർത്തി. അത്ഭുതം! പലക അകത്തേക്ക് വലിഞ്ഞു. താഴേക്ക് ദാ കോണിപ്പടി. കുങ്കിയമ്മ വിളക്കുമെടുത്ത് കോടിപ്പടി ഇറങ്ങി തുടങ്ങിയതോടെ മുകളിലെ പലകയടഞ്ഞു. രഹസ്യറ ചുറ്റും നടത്തു കണ്ട സന്തോഷത്തോടെ വീണ്ടും കോണിപ്പടി ചവിട്ടിക്കേറി മുകളിലെ പലക തൊന്നു മാറി. അവർ കയറിക്കഴിഞ്ഞത് മറ അടയുകയും ചെയ്തു. കുങ്കിയമ്മ തൻ്റെ മുറിയിലെത്തി. ഉറക്കത്തിലും ചിരിയൂറുന്ന ചുണ്ടുമായി കിടന്നിരുന്ന പൊന്നുമോനെ അവർ വാരിയെടുത്ത് തെരുതെരെ ചുംബിച്ചു. ഇപ്പോൾ കുങ്കിയമ്മയുടെ താമസം രഹസ്യറിയിലേക്ക് മാറ്റിയ മട്ടാണ്. കുഞ്ഞിൻ്റെ ചോറൂണലും പേരിടലുമൊക്കെ കപ്പുള്ളിയിലെ കല്ലറയിൽ ആരും അറിയാതെ നടന്നു. കുഞ്ഞിന് കോമൻ എന്ന് പേരിട്ടു. കുഞ്ഞിന് വേണ്ട കളിപ്പാട്ടങ്ങളും മറ്റും കുങ്കിയമ്മ കല്ലറയിൽ ഒരുക്കി വെച്ചു. ആ രഹസ്യഗേഹത്തിലെ കല്ലറയിൽ പിച്ച വെച്ചും വീണെണീറ്റും കോമൻ വളർന്നു തുടങ്ങി. കുട്ടിക്കാലത്ത് നൽകേണ്ട ശിക്ഷണങ്ങളും എഴുത്തിനിരുത്തലുമൊക്കെ അമ്മ തന്നെ നൽകി. അക്ഷരം പഠിപ്പിച്ചു തുടങ്ങിയ അവനമ്മ പുരാണ കഥകളും തറവാട്ടിലെ ധീരന്മാരായ പടക്കുറപ്പന്മാരുടെ കഥകളും പറഞ്ഞ് വായിച്ചു കേൾപ്പിച്ചു. കല്ലറയിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ ഗ്രന്ഥങ്ങളും മന്ത്രങ്ങളുമൊക്കെ കോമൻ വായിച്ചു വളർന്നു തുടങ്ങി. ഇനി പയറ്റ് പഠിക്കുവാനുള്ള സമയമായി. കുങ്കിയമ്മ ഒരു ദിവസം തുളുനാട്ടിലെ തിരുമുരുകൻ ഗുരുക്കളെ ചെന്ന് കണ്ടു. എല്ലാ വിവരങ്ങളും അതിരഹസ്യമായി അദ്ദേഹത്തെ ധരിപ്പിച്ചു. കുങ്കിയമ്മയുടെ തീരാ ദുഃഖത്തെക്കുറിച്ച് മുൻപ് തന്നെ കേട്ടറിവുള്ള ഗുരുക്കൾ എന്ത് സഹായവും ചെയ്യുവാൻ ഒരുക്കമാണെന്ന് അറിയിച്ചു. പറഞ്ഞിരുന്നതുപോലെ ഒരു ദിവ്യ മുഹൂർത്തത്തിൽ തന്നെ തിരുമുരുകൻ ഗുരുക്കൾ പാലാട്ടെ കല്ലറയിൽ ആരും അറിയാതെ എത്തിച്ചേർന്നു. കല്ലറയിൽ എഴുതിരി വിളക്ക് ജ്വലിച്ചു. വീരാളി പട്ടുവിരിച്ച് ഗുരുവും ശിഷ്യനും ഇരുന്നു. ഗുരുപാദം വന്നിച്ച ശിഷ്യൻ വെറ്റിലയടക്കുകയും വെള്ളിപ്പണയ്ക്കുകയും ദക്ഷിണ വെച്ചു. കോമനെ എല്ലാം തികഞ്ഞ ഒരു പടനായകനാക്കിയ മാത്രമേ താൻ പുറത്തിറങ്ങൂ എന്ന് ഗുരു പ്രതിജ്ഞ ചെയ്തു. കൈ പയറ്റിലൂടെ, കോൽ പയറ്റിലൂടെ, ചുരുക പയറ്റിലൂടെ, ഉറുമി പയറ്റിലൂടെ പടിപടിയായി പയറ്റി തെളിഞ്ഞു.
അങ്ങനെ മുന്നേറി തുടങ്ങിയ കോമക്കുറുപ്പ് ഇപ്പോൾ എല്ലാം തികഞ്ഞ ഒരു പടയാളിയായി മാറിക്കഴിഞ്ഞു. തുറന്ന കളരിയിൽ പോലും തനിക്ക് ഇത്ര കേമനായ ഒരു ശിഷ്യനെ ഇതുവരെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഗുരു കുങ്കിയമ്മയോട് തുറന്നു പറഞ്ഞു. ആ അമ്മ ദൈവത്തോട് നന്ദി പറഞ്ഞു. കണ്ണടച്ചു തൊഴിഞ്ഞ ദൈവനീതി പോലെ വന്നുകൂടും. ആയുധവിദ്യയിൽ കോമക്കുറുപ്പിനെ ഉപദേശിക്കുവാൻ എനിക്കിനി ഒന്നുമില്ല. ഇങ്ങനെയൊരു ശിഷ്യന്റെ ഗുരുവായി തീരുവാൻ കഴിഞ്ഞത് എൻ്റെ മുജ്ജന്മ സുഹൃതം. ഗുരു അഭിമാനത്തോടെ ശിഷ്യനിൽ നിന്ന് ദക്ഷിണ വാങ്ങി. നീ പാലാട്ടുകോമൻ എന്ന പേരിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തി കീർത്തി നേടും. ഗുരു അവരെ അനുഗ്രഹിച്ചു. കുങ്കിയമ്മ ധാരാളം പൊന്നും പണവും നൽകി ഗുരുവിനെ യാത്രയാക്കി. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. കോമൻ ഈയിടെയായി പലപ്പോഴും ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ഈ കല്ലറയ്ക്ക് പുറത്ത് തനിക്ക് പരിചയക്കാരായി ആകെയുള്ളത് ഒരു ഗുരുനാഥൻ മാത്രം. എന്തിനാണ് അമ്മ തന്നെ ഇത്രയും സുരക്ഷിതമായി വളർത്തുന്നത്? എന്തെങ്കിലും കാര്യം കാണും. അമ്മ ഇത്രയും നാൾ തന്നോടൊന്നും പറഞ്ഞിട്ടില്ല. താൻ പലപ്പോഴും ചോദിക്കുവാൻ തുടങ്ങുമ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറും. ഇനി ഇത് വയ്യ. ഈ കല്ലറവാസം അവസാനിപ്പിച്ചേ തീരും. അമ്മ തന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്ന രഹസ്യം എന്തായാലും അത് തന്നെക്കുറിച്ചുള്ള എന്തോ കാര്യമായ ഭയപ്പാടാണെന്ന് കോമൻ വിശ്വസിച്ചു. അന്ന് രാവിലെ അമ്മ അവന് പാൽക്കഞ്ഞി വിളമ്പി വെച്ചു. ചൂട് പാൽക്കഞ്ഞിയിൽ പനം കൽക്കണ്ടം ചേർത്തിളക്കി പ്ലാവില കുമ്പിളിൽ കോരി കോമൻ ഒരു കവിൾ കുടിച്ചു. അമ്മ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അമ്മേ, നമ്മൾ എന്നാണ് ഈ കല്ലറ വിട്ട് പുറത്തിറങ്ങുന്നത്? ഓർക്കാപ്പുറത്തുള്ള അവൻ്റെ ആ ചോദ്യം കുങ്കിയമ്മയെ പരിഭ്രമിപ്പിക്കുക തന്നെ ചെയ്തു. പിന്നെ അവർ കുറെ നേരം മൗനിയായി. ഒടുവിൽ പറഞ്ഞു, പറയാം മോനെ. ഒരു നെടുവീർപ്പോടെ അമ്മ പറഞ്ഞു. നിന്നോടത് പറയുവാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനും. ഇന്നല്ലെങ്കിൽ നാളെ നീ അറിഞ്ഞു തീരും. നിന്റെ ജന്മോദ്ദേശം തന്നെ അതറിയിക്കുക തന്നെയാണ്. കേൾക്കുമ്പോൾ സമചിത്തതയോടെ കേൾക്കുക. കേട്ടുകഴിഞ്ഞാൽ സമനില കൈവിടാതിരിക്കുക. അമ്മയുടെ കവിളിലൂടെ ഒഴുകിയ കണ്ണീർ മാറിടത്തേക്ക് ഇറ്റു വീണു. കോമന്റെ കണ്ണ് നിറഞ്ഞു. 90 വീടരുടെ നീണ്ട കുടിപ്പകയുടെ ക്രൂരതകൾ കുങ്കിയമ്മ എണ്ണി എണ്ണി പറഞ്ഞു. എന്നിട്ടിങ്ങനെ കൂട്ടിച്ചേർത്തു, ഇതിനൊക്കെ പകരം വീട്ടുവാൻ ഇനി നീ ഒരു ആൺതരി മാത്രം. നിനക്കതിന് കരുത്തുണ്ടായിരിക്കുമെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ട്. എങ്കിലും മോനെ സൂക്ഷിക്കണം. പുറത്തിറങ്ങി സ്വതന്ത്രമായി നടക്കുവാൻ ഇനിയും സമയമായിട്ടില്ലെന്നാണ് അമ്മയുടെ ഭീതി. ശത്രുക്കൾക്ക് കാതും 1000 കോമൻ പറഞ്ഞു. ഇനി എൻ്റെ അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇനിയൊരു കല്ലറവാസം നമുക്കാവശ്യമില്ല. എൻ്റെ അമ്മയെ ദുഃഖിപ്പിക്കുവാൻ ഒരു 90 വീടിനും ഇനി ധൈര്യപ്പെടുകയില്ല. ആ കംസക്കുറുപ്പന്മാരോട് അമ്മയുടെ പാലാട്ടു കോമൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. അമ്മ പറഞ്ഞതുപോലെ കോമൻ ഒരിക്കലും എടുത്തു ചാടില്ല. സമനില കൈവിടുകയുമില്ല. ഇപ്പോൾ കല്ലറവാതൽ തുറന്ന് അകത്തിരിക്കുന്ന 11 പാലാട്ടു വീട്ടിലെ അമ്മയ്ക്കും മകനുമില്ല. 90 വീട്ടുകാരെത്തിയാലും ഉണ്ടടാ ഇവിടെ ഒരു ആൺതരി എന്ന് അവരുടെ മുഖത്ത് നോക്കി നെഞ്ചു വിരിച്ച് പറയുവാൻ അമ്മയ്ക്ക് തെല്ലും ഭയമില്ല. അന്ന് ആദ്യമായ ഒരു വെളുപ്പാൻ കാലത്ത് കോമപ്പൻ പുറത്തിറങ്ങി. പുലർവെട്ടം കണ്ടു. പടിപ്പുര പടി കടന്ന് അവൻ പുറത്തു വന്നു. ആഹാ, അവൻ സ്വയം ചോദിച്ചു, ഈശ്വര, ഈ പുറംലോകം കാണാതെ ഇത്രയും കാലം താൻ എങ്ങനെ കഴിഞ്ഞു? പഴകിയാൽ ഇരുളും വെട്ടമാകുമെന്ന പഴഞ്ചൊല്ല് ഓർത്തുകൊണ്ട് വെറുതെ നടന്നു തുടങ്ങി. അവൻ നടന്ന് പുഴയോരത്തെത്തി. അലകളിലക്കി ഒഴുകുന്ന പുഴയും പുഴക്കരികിലെ പൂങ്കുടിലും അവയ്ക്കുള്ളിലെ പലതരം പക്ഷികളുടെ ഇമ്പമൂർന്ന വിവിധ സ്വരങ്ങളിലുമുള്ള പ്രഭാത ഗീതങ്ങളും അവന്റെ മനസ്സിനെ കോരിത്തിരിപ്പിച്ചു. പുല്ലാനി വള്ളികളും അവയിൽ നിന്നുടർന്ന് ചെറുപമ്പരങ്ങൾ പോലെ കറങ്ങിക്കറങ്ങി പുഴവെള്ളത്തിൽ പതിച്ചു നീങ്ങുന്ന പുല്ലാനി പൂക്കളും ചുവന്ന നീർമരുതിൻ പൂക്കളുമൊക്കെ അവനെ വല്ലാതെ ആകർഷിച്ചു. ഒരു ഭാഗത്ത് കറുത്ത പന്തുകൾ പോലെ കായ്കൾ തൂക്കിയിട്ടിട്ടുള്ള മരമൂട്ടങ്ങൾ, ഞാവൽ മരങ്ങൾ, ഇലഞ്ഞികൾ, ഈഞ്ചൻ പടർപ്പുകൾ, കൈതപ്പൂവും കുഴലുകൾ. ഹായ്, പുഴയോരം എത്ര മനോഹരം! അവൻ പുഴക്കടവിനടുത്തെത്തി. ദാ ഒരു സ്ത്രീരൂപം. ആ രൂപം പുഴക്കടവിന്റെ പടുവിറങ്ങുന്നു. താൻ ആകെ കണ്ടിട്ടുള്ള സ്ത്രീരൂപം തന്റെ പെറ്റമ്മയുടെ മാത്രമാണ്. അവൾ പൂക്കൈത മറപറ്റി നിന്നു. കയ്യിൽ കൊണ്ടുവന്നതൊക്കെ ഒരു ഭാഗത്ത് വെച്ച ശേഷം അവൾ കറുത്ത ചുട്ടി തോർത്തും എടുത്ത് പുടവയിലഴിച്ചു. പിന്നെ പട്ടുറൗക്കിയുടെ കെട്ടഴിച്ച് മുലക്കച്ച കെട്ടി റൗക്കി ഊരി പടവിലിട്ടു. പിന്നെ അവൾ മുടിക്കെട്ടഴിച്ചു. അവൻ മൂക്കത്ത് വിരൽ വെച്ചു. ഇത് മുടുക്കെട്ട് തന്നെയാണ്. തലയിൽ നിന്ന് കാൽ കണ്ണുവരെ അഴിഞ്ഞ ലൂഞ്ഞ് പാറിയ കൊഴുത്ത മുടുക്കെട്ട് അവളുടെ പിന്മേനിയെ കാൽക്കണ്ണുവരെ മൂടിയിരിക്കുന്നു. അമ്മ അവന് പറഞ്ഞു കൊടുക്കാത്ത പല ദേവസുന്ദരിമാരുടെയും കഥകൾ അവൻ ഓർമ്മിപ്പിച്ചു. അവരുടെ തലമുടി ഉലട്ടിക്കിതർ പോലെ എന്ന് പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വന്നു. ആറ്റിനരികെയുള്ള ഒരു ഒറ്റത്തടി വൃക്ഷത്തിലെ കനത്ത കതിർക്കുലയിൽ അവന്റെ കണ്ണുപെട്ടു. കൂമ്പൊട്ടി വിടർന്ന് തൂങ്ങി നിൽക്കുന്ന ആ കനത്ത പൂക്കല അതാകാമെന്ന് അവൻ കരുതി. ഉലട്ടിപ്പൂക്കല വിതിർത്തു പാറിച്ച് ആ സുന്ദരി 1-2 പടവിറങ്ങി. അവൾ മെല്ലെ വെള്ളത്തിലേക്ക് കാൽ നീട്ടി കൽപ്പടവിലിരുന്നു. കൊലുസണിഞ്ഞ പാദം കൊണ്ട് വെള്ളത്തിലിളക്കി. ഇമ്പമുള്ള ഒരു സ്വരം. ആ സ്വരം അവന് കുളിരി പകർന്നു.
കൊണ്ടുവന്ന താളി കൽപ്പടവിലുരസി വെള്ളിപ്പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ താളി പയിച്ചു. താളി കുറേശ്ശെ തലയ്ക്ക് ഒഴുക്കി ഒരു കൈകൊണ്ട് മുടിയിളക്കി തിരുമി അവൾ തലയെ മെഴുക്കി കണക്കി തുടങ്ങി. കാച്ചെണ്ണയുടെയും ഇലത്താളിയുടെയും ഒരുമിച്ച് കലർന്ന വശ്യമായ ഗന്ധം കാറ്റിൽ കറന്ന് അവനിൽ അവിചായം ഒരു ഭൂതി ഉണ്ടാക്കി. അവൾ മെല്ലെ എണീറ്റ് മുളക്കച്ച ഒന്നുകൂടി മുറുക്കി വെള്ളത്തിലേക്ക് ഇറങ്ങി. അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കവിൾ കൊണ്ട് നീട്ടിത്തുപ്പി. പിന്നെ മുടി ചുരുളാകെ മുമ്പിലേക്കിട്ട് വലത് കൈകൊണ്ട് മൂക്കൊന്ന് പൊത്തിപ്പിടിച്ച് പലവരും മുമ്മിയേറുന്നു. മുടിച്ചുരൽ പിറകേട്ട് തള്ളി അവൾ മെല്ലെ പടവ് കയറി. ഇപ്പോൾ മാറിലെ മുലക്കച്ച കിട്ടിയതിന്റെ വടിവുകൊണ്ട് മാത്രമേ അവൾക്ക് വസ്ത്രാബന്ധമുണ്ടെന്ന് തോന്നുകയുള്ളൂ. അവൾ പദം വരുത്തിയ ഇഞ്ച കൊണ്ട് മേനിയാകെ തേച്ചു. പിന്നെ അരച്ച ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കസ്തൂരി മഞ്ഞൾ പടവിൽ നിവർത്ത് വെച്ച് മുലക്കച്ചയഴിച്ച് ഇടം കൈ കൊണ്ട് പിടിച്ച് വലം കൈയിൽ മഞ്ഞൾ കുഴമ്പ് കുറേശ്ശെയെടുത്ത് നിറമാറിൽ ഇടം വലം മാറി മാറി തഴുകിത്തേച്ചു. പിന്നെ പാദം മുതൽ പൊക്കിൾ ചുഴി വരെ കസ്തൂരി മുങ്ങുകൾ കൊണ്ട് പൂശി. ചുമലിലും അരയ്ക്കും പിന്നിലും അത് പുരട്ടുവാൻ അവളുടെ കൈക്ക് നീളം പോരെന്ന് കണ്ട കോമൻ ഇറങ്ങിച്ചെന്ന് അവളെ ഒന്ന് സഹായിച്ചാലോ എന്നൊരു നിമിഷം ചിന്തിക്കുന്നതിനിടയിൽ അവൻ അറിയാതെ അവന്റെ പാദങ്ങൾ പുഴക്കടവിന് മുകളിലെ പടവ് നോക്കി ചലിച്ചു. മേലെ കൽപ്പടവിൽ ആരുടെയോ കാലനക്കം കേട്ട് അവൾ അങ്ങോട്ട് നോക്കി. ഒരു പുരുഷൻ. അവൾ മാർത്തടം കൈകൊണ്ട് മറയ്ക്കുവാൻ പാടുപെട്ടു. ഇത്ര വശ്യമായ ദേഹവടിവിൽ ഇങ്ങനെയൊരു പുരുഷനെ അവൾ ഇതിനു മുമ്പ് ഈ പുഴക്കടവിനൊന്നും കണ്ടിട്ടില്ല. അവൻ അവളെ ഒരു കാഴ്ചവസ്തുവിനെ പോലെ നോക്കി നിൽക്കുകയാണ്. വിഭാണ്ഡ കാമുനി ഒരു പെൺതരിയുടെയും കണ്ണിൽ കാണാതെ വളർത്തിയ തന്റെ മകൻ ഋഷ്യശൃംഗൻ എന്ന യുവാവ് ആദ്യമായി തന്റെ മുമ്പിൽ എത്തിപ്പെട്ട അംഗരാജ്യത്തെ ഒരു സുന്ദരിയെ നോക്കുമെന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ കോമൻ. ആ കഥ അമ്മ അവന് പറഞ്ഞു കേൾപ്പിച്ചിരുന്നതും അവൻ ഓർത്തുപോയി. എന്താ നോക്കി പേടിപ്പിക്കുന്നു? അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് കണ്ണു ചിമ്മി. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലെന്നുണ്ടോ? അതെ എന്ന് പറയാനാണ് അവന് പെട്ടെന്ന് തോന്നിയതെങ്കിലും അവൻ വീണ്ടും അവളുടെ മേനിയിൽ കണ്ണൊഴിഞ്ഞിങ്ങനെ നിന്നു. ഒന്ന് പുറംതിരിഞ്ഞേ മുഴുവൻ കാണട്ടെ എന്ന് പറയുവാൻ പോലും അവൻ കൊതിച്ചു. അപ്പോഴാണ് അവളുടെ ചോദ്യം. നാണമെന്നൊന്നില്ലേ? ഞാനെന്തിനെ നാണിക്കണം എന്ന മട്ടിൽ അവൻ അവളെ ഒന്ന് നോക്കി. പെണ്ണുങ്ങൾ കുളിക്കുന്നത് നോക്കി നിൽക്കുന്നത് മര്യാദയാണോ എന്ന് ചോദിക്കണമെന്ന് അവൾക്കും തോന്നിയില്ല. അവളും അവന്റെ മേടിവിടവ് നുണയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനെ ചോദിച്ചു. ഏത് വീട്ടിലെയാ? ഇവിടെ അടുത്ത്. വീട്ടുപേർ പറയുവാൻ അവന്റെ നാവ് ഉളഞ്ഞെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത് അവൻ മുഴമിച്ചില്ല. ഇവിടങ്ങളിലുള്ള വീടുകളൊക്കെ എനിക്ക് നന്നായി അറിയാം. എവിടെയായാലും പറഞ്ഞോളൂ. പറഞ്ഞാലത് മറ്റാരുടെയെങ്കിലും പറയുമോ? വിശ്വസിക്കാം. അങ്ങനെ പറയുവാൻ പാടില്ലാത്ത ഏതു വീടാണ്? ഏതായാലും പറയുക. എന്നെ വിശ്വസിക്കാം. ഞാൻ മറുചെവി അറിയിക്കില്ല. അവൾ കുനിഞ്ഞ നഖം കടിച്ചു. എനിക്കത്രയും ഇഷ്ടമായി. വിശ്വസിക്കാമെന്ന് അവനും തോന്നി. അവനും അത്രയ്ക്കായി അവളെ ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു. ഞാൻ കപ്പുളിപ്പാലാട്ടെ കോമൻ നായർ. അവൾ പട്ടാപ്പകൽ ഒരു പിശാചിനെ കണ്ട പോലെ എന്ന പോലെ ഞെട്ടി. പിന്നെ പടവുകൾ കയറി അവന്റെ അരികിലേക്ക് വന്ന് അവനെ അടിമുടി നോക്കി കണ്ണും മിഴിച്ച് ഇങ്ങനെ നിന്നു. കപ്പുള്ളിപ്പാലാട്ടെ ഒരു പുരുഷപ്രജ ഏതോ കലറയിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചില കഥകൾ അവളും കേട്ടിരുന്നു. ഏത് വീട്ടുകാരെയാണോ കാണുവാൻ പാടില്ലാത്തത് ആ വീട്ടിലെ പെൺകുട്ടിയുടെ മുൻപിൽ ആ സത്യം ജീവനോടെ നിൽക്കുന്നു. അവൻ 2 പടവുകൾ ഇറങ്ങി അവളുടെ തൊട്ടടുത്തെത്തി. അവൾ പറഞ്ഞു. നമ്മൾ തമ്മിൽ കണ്ടുകൂടാത്തവരാണ്. അതെന്താ? ഞാൻ 90-ാം വീട്ടിലെ പെണ്ണാണ്, ഉണ്ണിയമ്മ. അത് കേട്ട് അവനിൽ ഭാവഭേദമൊന്നും കണ്ടില്ല. എന്താ, പേടിയില്ലേ? അവൾ ചോദിച്ചു. എന്തിനു പേടിക്കണം? അവൻ പറഞ്ഞു. 90-ാം വീട്ടിലെ ഒരു പുരുഷപ്രജയെ കണ്ടെത്തുവാൻ കൊതിച്ച പാലാട്ടെ കോമക്കുറുപ്പിന് മുമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവിടുത്തെ ഒരു പെണ്ണ്. ഉറുമി പിടിക്കുവാൻ പെണ്ണുങ്ങൾക്കും വശമുണ്ട്. അത് തടുക്കുവാൻ ഭയമില്ലെങ്കിലും ആ കൺചിരുക കൊണ്ട് പയറ്റി തടുക്കുവാൻ കഴിയുന്നില്ല പെണ്ണെ. അവനും അവൾ ചിരിച്ചു. നമ്മൾ കുടിപ്പകക്കാരാണ്. തമ്മിൽ ഇഷ്ടം തോന്നാൻ പാടില്ലാത്തതാണ്. എൻ്റെ ആംഗ്ലമാരായ കുറുപ്പന്മാർ അറിഞ്ഞാൽ അവൻ അവളെ മാറോടണിച്ച് കവിളിൽ ചുംബിച്ചു. എനിക്കിഷ്ടമായി. കസ്തൂരി മഞ്ഞളിന്റെ സൗരഭ്യം അവന്റെ മനം കവർന്നു. അവൾ അവന്റെ നെഞ്ചിൽ മുഖം ചേർത്തു. അവളുടെ വിറയാർന്ന ചുണ്ടിൽ അവൻ ഒന്നുകൂടി അമർത്തി ചുംബിച്ചു. അവൾ പറഞ്ഞു. എനിക്കും ഇഷ്ടമായി. ആരോ പുഴക്കടവിലേക്ക് നടക്കുന്നത് ദൂരെ നിന്നും ഉണ്ണിയമ്മ കണ്ടു. അവൾക്ക് ആളെ മനസ്സിലായി. അവളുടെ ഏട്ടത്തി ഉണ്ണിച്ചിരുത. 90-ാം വീട്ടിലെ 10 കുറുപ്പന്മാരുടെ 2 പെങ്ങന്മാരാണ് ഉണ്ണിച്ചിരുതയും ഉണ്ണിയമ്മയും. ഉണ്ണിച്ചിരുതയെ വേട്ടിരിക്കുന്നത് ഒരു കിഴവൻ വാഴുന്നവരാണ്. അതിൻ്റെ ഒരു മനം പുരട്ടൽ എപ്പോഴും അവളുടെ മുഖത്തുണ്ട്. സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഉണ്ണിച്ചിരുതയും ഉണ്ണിയമ്മയും അഞ്ജനവും മഞ്ഞളുമാണ്. ഉണ്ണിയമ്മയ്ക്ക് ഒരിക്കലും സുന്ദരനായൊരു പുരുഷൻ ഭർത്താവായി വരരുതേ എന്ന പ്രാർത്ഥനയാണ് ഉണ്ണിച്ചിരുതയ്ക്ക്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ചില വഴിപാടുകൾ പോലും രഹസ്യമായി അവൾ നടത്തിയിട്ടുണ്ട്. കൊള്ളാവുന്ന ഏതെങ്കിലും പുരുഷൻ അവളെ കണ്ണുവെക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ചിരുതാദേവിയുടെ പ്രധാന പരിപാടി. ഉണ്ണിയമ്മയ്ക്ക് ചിരുതയുടെ അസൂയയെക്കുറിച്ച് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവൾ ചിരുതയുടെ കൺവെട്ടുന്നതെന്ന് എപ്പോഴും മാറി നടക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ മറ്റൊരു വിനോദം കൂടി ചിരുതയ്ക്കുണ്ട്. ഉണ്ണിയമ്മയെക്കുറിച്ച് നുണകൾ കെട്ടിച്ചമച്ച് ആംഗ്ലമാരുടെ കാതിലെത്തിക്കുക.
ചിതിരതയുടെ നുണക്കഥകൾ നാട്ടിലെന്നും പാട്ടാണ്. അതുകൊണ്ട് നാട്ടുകാർ അവൾക്കൊരു പേരും ഇട്ടുകൊടുത്തു, നുണച്ചുണ്ടത്തി. ഉണ്ണിച്ചിരുത ഉണ്ണിയമ്മയെ അകലെ വെച്ചേ കണ്ടിരുന്നു. അവൾക്കരികിൽ ഒരു പുഷ്പരൂപം നിൽക്കുന്നതായി ചിരുതയ്ക്ക് തോന്നുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവൾ കാലുകൾക്ക് വേഗത കൂട്ടി. ഉണ്ണിയമ്മ തന്റെ സമൃദ്ധമായ മുടിച്ചുരുൾ വിടർത്തിയിട്ട് കോമന് മുമ്പിൽ ഒരു കറുത്ത മറ സൃഷ്ടിച്ചു. വേഗം പോയിക്കോളും, ദാ വരുന്നവൾ എന്റെ ഏട്ടത്തെ ഉണ്ണിച്ചിരുതയാണ്. അവൾ നുണച്ചയാണ്, കണ്ടാൽ ആപത്താണ്. വേഗം ആ കൈത്തോക്കിട്ടയത്തിനപ്പുറത്ത് ആ വഴിയിലൂടെ നടന്നോളൂ. അയാൾ തിടുക്കത്തിൽ നടക്കവേ അവൾ ഓർപ്പിച്ചു, നാളെയും കാണണം ഇതേ സമയം. ഉണ്ണിച്ചിരുത അടുത്തെത്തി. അവൾക്കാകെ സംശയം തന്നെ. അവൾ അവിടെയും ഇവിടെയൊക്കെ കുറ്റിക്കാടിലുമൊക്കെ കണ്ണൊന്ന് ഓടിച്ചു. ഒരു പുരുഷരൂപം ഇന്നായം പോലെ അവൾ കണ്ടതുമാണ്. അവൾ ഉണ്ണിയമ്മയെ അടിമുടി വീക്ഷിച്ചു. പിന്നെ അർത്ഥം വെച്ചൊരു മൂളലും. ഉണ്ണിയമ്മേ, നിനക്കിപ്പോൾ മുങ്ങിക്കുളി കടവിലോ കരയിലോ? എല്ലാവരും മുങ്ങണത് കരയിലെങ്കിൽ ഞാൻ അങ്ങനെ. അവൾ വിട്ടുകൊടുത്തില്ല. ഈഞ്ചപ്പതയും മഞ്ഞൾ ചാറും മാറത്തണങ്ങിപ്പിടിച്ചുകൊണ്ട് കരയിൽ തന്നെ ഒരു കറക്കം. ചോദിച്ചെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇലിഞ്ഞിപ്പൂക്കും കാവും കൈതപ്പൂക്കും കാടും കണ്ടു നിറഞ്ഞവ ഏട്ടത്തി. അവൾ പടവിലിറങ്ങി ചെന്ന് മുങ്ങിക്കുളിച്ചു. പിന്നെ നീന്തി തുടിച്ചു. ഒരു കവിൾ വെള്ളമെടുത്ത് നീട്ടിയൊത്ത് തുപ്പി. ഏട്ടത്തിക്കൊരു നോട്ടവും ഇറങ്ങി. നനമുണ്ടു മാറി നലവാർത്ത് റവുക്കുമുട്ട് മുടിയുയർത്തി താളിപ്പാത്രവും കയ്യിലെടുത്ത് അവൾ പോകുവാനൊരുങ്ങവേ കടവിലിറങ്ങിയ ചിരുതി വിളിച്ചു പറഞ്ഞു, നില്ലുപെണ്ണെ, ഞാനുമൊന്ന് കുളിച്ചോട്ടെ. നമ്മൾ രണ്ടും ഒരു വീട്ടിലേക്കല്ലേ? ഞാൻ പോണ്, ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു. ആദ്യം കുളിക്കുവാൻ വന്ന ഞാൻ ഇനിയും അവളോടൊപ്പം ചെന്നാൽ ഈ നുണച്ചുണ്ടെത്തി ഒരു കഥയുണ്ടാക്കി കൈന്നുടനെ ആളങ്ങന്മാരെ കേൾപ്പിക്കും. എനിക്ക് ചെന്നിട്ട് ചില്ലറ പണി തീർക്കുവാനുണ്ട്. ഏട്ടത്തി കുളിച്ചു പോന്നു. അവൾ നടന്നു. അവൻ നടന്നു പറഞ്ഞ കൈതക്കാനപ്പുറത്തെ വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും അവൾ മറന്നില്ല. പാലാട്ടു ഗോമൻ താൻ പുഴക്കടവിൽ കണ്ടുമുട്ടിയ പെൺകുട്ടിയെക്കുറിച്ച് അമ്മയോട് വിസ്തരിച്ച് തന്നെ പറഞ്ഞു. ഉണ്ണിയമ്മെന്നാണ് അവളുടെ പേരെന്നുകൂടി പറഞ്ഞപ്പോൾ അമ്മയൊന്ന് ഞെട്ടുക തന്നെ ചെയ്തു. 90-ാം വീട്ടിലെ അല്ലാതെ ഒരു ഉണ്ണിയമ്മ ആ പ്രദേശത്തെങ്ങും ഇല്ലെന്ന് അമ്മയ്ക്കറിയാം. ഒടുവിൽ കോമനും അത് ശരിവെച്ചു. മകനെ കല്ലറയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ അനുവദിച്ചെങ്കിലും അവൻ ഇത്രത്തോളം ചെന്നടുക്കുമെന്ന് കുങ്കിയമ്മ കരുതിയില്ല. എന്റെ പരദൈവങ്ങളെ, എന്റെ പൊന്നുമോനെ കാത്തുകൊള്ളണമേ, അവർ കണ്ണു തുടച്ചുകൊണ്ട് പെറുപുറത്തു. അടയ്ക്കായാൽ മടക്കിൽ വെക്കാം, കൗങ്ങായാലോ, അവർ പറഞ്ഞു. മോനെ, നീ ഇനി ഒരിക്കലും അവളെ കാണരുത്. അമ്മ അങ്ങനെ പറയരുത്. അവൻ പറഞ്ഞു, ഞാൻ അവളെ കൊതിച്ചുപോയി എന്നത് നേര് തന്നെ. പക്ഷെ അവൾ നമുക്ക് ശത്രുവല്ല. അവൾക്ക് നമ്മോട് കുടിപ്പകയില്ല. അതുകൊണ്ട് അമ്മ അവളെ നമ്മുടെ ഒരു അംഗമായി മാറ്റി 90-ാം വീട്ടുകാരോട് പക വീട്ടണം. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് 90-ാം വീട്ടിലെ കുറുപ്പന്മാരോട് നേരിൽ ചെന്ന് കണ്ട് കണക്ക് തീർക്കേണ്ടതാണ്. അതിനവിടെ തന്നെ ഒരുവൾ സഹായത്തിനുണ്ടായാൽ അത് നമുക്ക് ജോലി എളുപ്പമാക്കും. അവൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി. അതുകൊണ്ട് അമ്മ ഭയപ്പെടരുത്. 90-ാം വീട്ടിലെ ഉണ്ണിയമ്മയെ ഇന്ന് അമ്മ മരുമകളായി കരുതണം. അവൻ അമ്മയുടെ കൈകൾ ഗ്രഹിച്ചു. അമ്മ എന്നെ അനുഗ്രഹിക്കണം. അമ്മ മകനെ മാറോട് ചേർത്ത് ശിരസിൽ ചുംബിച്ചു. നിന്നെ എനിക്കും വിശ്വാസമാണ്. എല്ലാം നിന്റെ ആഗ്രഹം പോലെ നടക്കും. കാവിലമ്മയും പരദൈവങ്ങളും നമ്മെ അനുഗ്രഹിക്കും. കോമന അന്ന ഉറക്കം വന്നില്ല. പുഴയോരവും പൂങ്കാവുകളും പുഴക്കടവും ഉണ്ണിയമ്മേരെ സുന്ദരിയും അരിയിളക്കവും അവന്റെ മുമ്പിൽ മാറി മാറി തെളിഞ്ഞു. ഉണ്ണിയമ്മയ്ക്ക് മറക്കം വന്നില്ല. കുതിച്ചുപോയത് കുടുംബശത്രുവിനെയാണ്. കണ്ടാൽ കഴുത്തു കൊയ്യാൻ ആങ്ങളമാർ കാത്തിരിക്കുന്ന കുടിപ്പകക്കാർ. ആ കോമളരൂപന്റെ മേനി വിടവ് മനസ്സിൽ കണ്ട ആ മേനി പുണർന്നുണങ്ങുവാൻ ഇടയെ കണ്ണ കാവിലമ്മ എന്ന് പ്രാർത്ഥിച്ചവൾ നേരം വിളിപ്പിച്ചു. അന്ന് പതിവിലെ നേരത്തെ അവൾ പുഴക്കടവിലെത്തി. അവൻ അതിനു മുമ്പേ കാത്തു നിന്നിരുന്നു. അവർ ഒരുമിച്ച് തന്നെ കുളിച്ചു. അവൾ അവനെ നീന്തുവാനും മുങ്ങാങ്കുഴി ഇടുവാനും പരിശീലിപ്പിച്ചു. പുഴയിലൂടെ ഒരുങ്ങിച്ചെന്ന പൂക്കര ശേഖരിച്ച് അവൻ അവളുടെ കൈക്കുമ്പിൽ നിറച്ചു. പുഴക്കടവിലെ അവരുടെ സമാഗമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവർ ഒരുമിച്ച് നീന്തി പുഴയ്ക്കക്കരെയുള്ള പുല്ലാനി കുടിലിനെടുത്തി ഉണർന്നും ചുംബിച്ചും പ്രേമം പങ്കുവച്ചു. ഉണ്ണിയമ്മ എന്നും വളരെ നേരത്തെ കുളിക്കുവാൻ പുറപ്പെടുന്നതിന്റെ രഹസ്യം എന്തെന്നറിയുവാൻ ചിരുത പല ശ്രമവും നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. കുളിക്കുവാൻ ഇറങ്ങുന്ന ഉണ്ണിയമ്മയോട്, പെണ്ണെ നീ എങ്ങോട്ട് എന്ന് ചിരുത ചോദിക്കും. പുല്ല് ചെത്തുവാൻ എന്നാകും മറുപടി. പുല്ല് ചെത്തുവാൻ ഇറങ്ങുമ്പോൾ പുഴക്കടവിലേക്ക് എന്നും ഉണ്ണിയമ്മ പറയും. അങ്ങനെ പുല്ല് ചെത്തുവാൻ ഇറങ്ങിയ ഉണ്ണിയമ്മയ്ക്ക് പിറകെ ഈഞ്ചനും താളിയും എടുത്ത് കുളിക്കുവാൻ ഇറങ്ങിച്ചെന്ന് ഇളിഭ്യയാകുന്ന ചിരതയെ കണ്ട് അനുജത്തി ഉറക്കച്ചിരിക്കും. അവൾ പല്ലും ഞെരിച്ച് ഞെടക്കും. പുഴക്കടവിൽ എന്തോ രഹസ്യം പതിയിരിപ്പുണ്ടെന്ന് ഉണ്ണിച്ചിരതയ്ക്ക് ഉറച്ചു വിശ്വാസമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് ആങ്ങളമാരെ അറിയിച്ച് ഇവൾ രച്ചാന്തി പഴിപ്പിക്കണം. അവൾ ഉറപ്പിച്ചു. അന്നവൾ എല്ലാ ജോലിയും മാറ്റിവെച്ച് ഉണ്ണിയമ്മയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു. ദാ അവൾ പുഴക്കടവിലേക്ക് പോകുവാനുള്ള ഒരുക്കം തന്നെ. പോകട്ടെ, ഞാനും ഉണ്ടടി പിറകെ എന്ന് പറവുറുത്തുകൊണ്ട് ഉണ്ണിച്ചിരുത കരുതലോടെ ഉണ്ണിയമ്മയെ പിന്തുടർന്നു. ഉണ്ണിയമ്മ പുഴയിലിറങ്ങിയതും അവൾ ഒരു പൊന്തക്കരികിൽ ഒളിച്ചു നിന്നു. അവൾ കരുതിയതുപോലെ ദാ അക്കരെ പുല്ലാഴ്പിടയിൽ നിന്നൊരു പുരുഷൻ നീന്തിയെടുക്കുന്നു. അവൻ ഉണ്ണിയമ്മയുടെ അടുത്തെത്തിയതും ചിരുത നേരെ പടവിലേക്ക് നടന്നു. ഉണ്ണിയമ്മ അത് കണ്ടു. വേഗം മുങ്ങിക്കൊള്ളൂ, ദാ കരയിൽ നുണച്ചുണ്ടെത്തി. കോവൻ മുങ്ങി നിവർന്നത് അക്കരെ പുല്ലനിവള്ളി കുടിനരികി. പിന്നെ മുങ്ങിയതെങ്ങോട്ടോ. പെണ്ണെ, നിന്നോടൊപ്പം പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിൽ മുങ്ങിയ പുരുഷനാര്? നീ അവനെ എവിടെ ഒളിപ്പിച്ചു?
എന്താ ഏട്ടത്തിക്ക് ഭ്രാന്ത് പിടിച്ചു? ഇവിടെ ആരും മുങ്ങിയില്ല പൊങ്ങിയുമില്ല. പിന്നെ താൻ കണ്ടതോ? അത് ഏടത്തിയുടെ കൊതി കൊണ്ട് തോന്നിയതാവും. ചിരുത ഇരുത്തിയൊന്ന് മോളി. ഉണ്ണിയമ്മ ഒരു കവിൾ വെള്ളമെടുത്ത് നീട്ടിയൊന്ന് തുപ്പി. അടുത്ത ദിവസം കോമനുമൊത്ത് അവൾ പുഴക്കടവിൽ ഇരിക്കവേ അകലെ ഒരു ആരവം. ഉണ്ണിയമ്മയോടൊപ്പം പതിവായി കടവിലിറങ്ങി മുങ്ങുന്ന വീരനെ കണ്ടുപിടിക്കുവാൻ ആങ്ങളമാരുടെ വരവാണ്. കുളിക്കടവിലേക്ക് വന്നവർ അരയോളം വെള്ളത്തിൽ നിന്നിരുന്ന് ഉണ്ണിയമ്മയുടെ ചുറ്റിനും കണ്ണുപിടിച്ചു. ആരുമില്ല. പിന്നെ അവൾ എവിടെ ഒളിപ്പിച്ചു? ഉണ്ണിയമ്മയോടൊന്നും ചോദിക്കുവാൻ നിൽക്കാതെ 90-ാം വീട്ടിലെ കുറുപ്പന്മാർ കടവിനപ്പുറം ഇപ്പുറവും പൊന്തക്കാടുകളിലും പുല്ലാക്കിടയിലുമൊക്കെ ഉറുമികൊണ്ടും കുത്തിയിളക്കി പരിച കൊണ്ടടിച്ചും സൂക്ഷ്മ പരിശോധന നടത്തി. ഒരു കരുന്നരി പുറത്തു ചാടി ജീവനും കൊണ്ട് ഓടി. മൂത്ത കുറുപ്പ് വിളിച്ചു പറഞ്ഞു, അതിനെ വെറുതെ വിടരുത്. മന്ത്രം പഠിച്ചവൻ നരിയായി മാറും. കുറെ പേർ അതിനെ പിന്തുടർന്നോടി. പിന്നെ മടങ്ങി വന്നു. ആ നരിയും ഒരു നാരിയായിരുന്നു. നിരാശയായ കുറുപ്പന്മാർ ഒടുവിൽ ഉണ്ണിയമ്മയുടെ അടുത്തെത്തി. അവൾ അപ്പോഴും മാറോളം വെള്ളത്തിൽ മുടി ഇരുഭാഗത്തും വിതറിയിട്ട് അനങ്ങാതെ നിൽപ്പാണ്. കരയ്ക്ക് കയറി പെണ്ണെ, ആങ്ങളമാരുടെ കൽപ്പന. പെങ്ങൾ കുളിക്കുന്നിടത്ത് ആങ്ങളമാർക്ക് എന്ത് കാര്യം? ആങ്ങളമാരുടെ മുമ്പിൽ നനഞ്ഞൊട്ടിയ മുലക്കച്ചയുമായി അവൾ കയറി വരില്ലെന്ന് അച്ഛനോട് ചെന്ന് പറഞ്ഞുകൂടി. ആങ്ങളമാർ മുഖം കുനിച്ച് വേഗം സ്ഥലം വിട്ടു. കോമൻ ഉണ്ണിയമ്മയുടെ മുടിച്ചുരുളിനിടയിലെ തല പുറത്തിട്ട് നോക്കി. അങ്ങനെ നിന്ന് സൂഹിക്കേണ്ട, അവര് പോയി, വേഗം പുറത്തിറങ്ങിക്കോളി. ഉടനെയൊന്നും അവർ പോകരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അവൾ അവൻ്റെ കവിളിലൊന്ന് ഓടി. കുളിക്കടവിൽ താൻ കണ്ട പുരുഷൻ പാലാട്ട് വീട്ടിലെ രഹസ്യസന്തതിയായ കോമനാണെന്ന് നുണച്ചുണ്ടെത്തി കുറുപ്പന്മാരെ അറിയിച്ചു. അന്ന് രാത്രി 90-ാം വീട്ടിലെ കുറുപ്പന്മാർ കപ്പുള്ളി പാലാട്ട് വീട് വളർന്നു. കോമൻ അവരെ നേരിട്ട് വകവരുത്തുവാൻ പറ്റിയ അവസരമായിരുന്നു വിട്ടും മനഃപൂർവ്വം ഉടുമ്പിടാതെ അമ്മയോട് പറഞ്ഞ ശേഷം അവൻ കല്ലറയിലേക്ക് ഇറങ്ങി. കുറുപ്പന്മാരെ കാണുവാൻ ഇനിയും സമയമായിട്ടില്ലെന്ന് അവൻ വിശ്വസിച്ചു. അവരെ അവരുടെ വീട്ടിലെത്തി നേരിൽ കാണുവാമെന്നായിരുന്നു കോമന്റെ ആഗ്രഹം. കുങ്കിയമ്മയ്ക്കും അങ്ങനെ തന്നെ. കുറുപ്പന്മാർ മുറ്റം കടന്നു വന്നു. കുങ്കിയമ്മ ഒരു തൂക്ക മഞ്ചത്തിൽ വെറുതെയിരുന്ന ചാഞ്ചാണ്. എല്ലായിടവും പരിശോധന നടത്തിയ ശേഷം ആരെയും കണ്ടെത്താത്ത ദേഷ്യത്തിൽ പരാതിയിലിരുന്ന തട്ടവും പടിക്കെടുത്ത് തറയിലിറങ്ങി. ചുമ്മാ കിടന്ന പട്ടിക്കൊരു ചവിട്ടും കൊടുത്ത് മോങ്ങിച്ച ശേഷം നിരാശയോടെ അവർ മണി. അടുത്ത ദിവസം വലിയ വീശുവലികളുമായി 90-ാം വീട്ടിൽ പുഴക്കടവിലെത്തി. പാലാട്ടുകോമന് 3-4 ദിവസം വരെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുവാനുള്ള സിദ്ധിയാണെന്ന് ആരോ പറഞ്ഞിരുന്നു. വീശുവലകളുമായി നീങ്ങിയ കുറുപ്പന്മാരെ കണ്ട് ജനം മൂക്കത്തെ വെല്ല് പേച്ചു. കുറുപ്പന്മാർ ജാതി മാറിയും. പുഴയാകെ ഇളകി കലക്കി കുറുപ്പന്മാർ വല വീശി. ഒടുവിൽ വലയിൽ കയറിയ കുറെ തവളകളെയും നീർക്കോലികളെയും ഉറുമികൊണ്ടെന്നല്ലാതെ വെട്ടിനുറുക്കി കൈത്തരിപ്പ് മാറ്റി അവർ സ്ഥലം വിട്ടു. തവളക്കോമനും നീർക്കോലിക്കോമനും തുലയട്ടെ. കുളിക്കടവ് കലക്കി മറിച്ചതിന് വെളുത്തിൻ്റെയും കുളിക്കാനിറങ്ങുന്നവരുടെയും തെറി കാതുകുളിരെ കേട്ടത് മിച്ചം. കല്ലറയിൽ മുങ്ങിയ കോമൻ വീണ്ടും പുഴക്കടവിൽ ഉണ്ണിയമ്മയ്ക്കരികിൽ പൊങ്ങി. അന്നവൻ അവളോട് പ്രതിജ്ഞ ചെയ്തു, ഇനി ഞാൻ നിന്നെ കാണുവാൻ വരുന്നത് 90-ാം വീട്ടിലെ നിന്റെ കിടപ്പറയിൽ. കല്ലറയിൽ മുങ്ങിയ കോമൻ വീണ്ടും പുഴക്കടവിൽ ഉണ്ണിയമ്മയ്ക്കരികിൽ പൊങ്ങി. അന്നവൻ അവളോടൊരു പ്രതിജ്ഞ ചെയ്തു, ഇനി ഞാൻ നിന്നെ കാണാൻ വരുന്നത് 90-ാം വീട്ടിലെ നിന്റെ കിടപ്പറയിൽ. അതത്ര എളുപ്പമല്ലെന്ന് അവൾ പറഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ അവൾ അവനെ വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. പടിക്കൽ 2 കൊമ്പനാന, തൊഴുത്തിൽ ആളെ കണ്ടാൽ മുക്കറയിടുന്ന മോരി, പടികടന്നാൽ പിടച്ചു തിന്നുന്ന പട്ടി 2, പത്തി വിടർത്തുന്ന കരിനാഗങ്ങൾ അവിടെ എപ്പോഴും ചീറ്റി നിൽക്കും. മുല്ലത്തറയിലെത്തിയാൽ മുരിക്കൊമ്പത്ത് മാറ്റാനെ കൊണ്ട് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുന്ന പഞ്ചവർണ്ണ കിളി 2 എണ്ണം. ഇതൊക്കെ കടന്നു വേണം എൻ്റെ കിടപ്പറയിലെത്തുവാൻ. എന്തു വന്നാലും പെണ്ണെ ഞാൻ എത്തും. ഇത് പാതിരാ കഴിഞ്ഞ് നീ കോമിന് പായിട്ട് കാത്തിരിക്കണം. അവൾ മുഖം കുനിച്ച് ചുണ്ടുകടിച്ച് ചോപ്പിച്ചു. പിന്നെ ഇങ്ങനെ പറഞ്ഞു, കിഴക്കേപ്പുറത്തെ ഇലഞ്ഞിത്തറയുടെ പടിഞ്ഞാറേക്ക് നടന്ന് ഒരു 2 വാഴയില കയറി ശബ്ദമുണ്ടാക്കിയാൽ ഞാൻ അവിടെ എത്തി കിടപ്പറയിലേക്ക് കൂട്ടിക്കൊള്ളാം. തീർച്ചയായും ഞാൻ വരും, കോമൻ പറഞ്ഞു. ഇലയും കീറും കുലയും കക്കും, ഞാൻ കാത്തിരിക്കും. അടുത്ത ദിവസം വൈകുന്നേരം കോമക്കുറുപ്പ് അമ്മയോട് ഒരിടം വരെ പോണമെന്ന്, ഇന്നും എന്നെ കാക്കണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ഒരു ഭാണ്ഡവും എടുത്ത് പടിയിറങ്ങി. കിഴക്കേപ്പറമ്പിൽ ചെന്നൊരു കെട്ട് തുളസിക്കൊടി വിറ്റിലെന്നുള്ളി ഭാണ്ഡത്തിലാക്കി. കൗങ്ങിൻ ചുവട്ടിൽ നിന്ന് കുറെ പഴുക്കടയ്ക്ക് എടുത്തുവെച്ച് 3-4 ചുരികയും പരിചയും അതിനു മീതെ തിരികെ വെച്ച് നേരെ മുണ്ടൂർ ചന്തയിലേക്ക് നടന്നു. ചന്തയിൽ നിന്ന് വാഴപ്പഴവും കുറെ കരിമ്പുമായി. കരിമ്പ് കഷ്ണങ്ങളാക്കി പഴത്തിനോടൊപ്പം ഭാണ്ഡത്തിൽ വെച്ചു. പിന്നെ കുറച്ച് മീനും വാങ്ങി സൂക്ഷിച്ചു വെച്ചു. 90-ാം വീട്ടിലേക്ക് പോകുന്ന വഴി വയൽവരമ്പിൽ നിന്ന് ഒരു പിടി കൊഴുത്ത പുല്ല് പറിച്ചെടുത്തു. വലയിൽ നിന്ന് ഒരു 2 തവളയങ്ങളെയും പിടികൂടി ഭാണ്ഡത്തിൽ സൂക്ഷിച്ചു. പാത്തും പതുങ്ങിയും രാത്രിയുടെ കോമൻ 90-ാം വീടിന് സമീപത്ത് കരുതലോടെ നിന്നു. നേരം പാതിരാ കഴിയുവാൻ കാത്തുനിന്നു. ക്ഷമകെട്ട കോമൻ വലിയ കന്മത്തിൽ ചാടിക്കടന്നു. വീടിനകത്തെ ആളനക്കവും ചുറ്റുപാടുമൊക്കെ നോക്കുന്ന സമയം അങ്ങനെ തള്ളി നീക്കിയ അയാൾ പാതിരാവോടെ പടിപ്പുര കടന്നു.
ആനകൾ തുമ്പിക്കായി ഉയർത്തുന്നതിന് മുമ്പ് കോമൻ കബരിമ്പിൻ കെട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു. മുക്കറയിട്ട മൂരിക്കെട്ടിന് ഇളപ്പുല്ല് എറിഞ്ഞു കൊടുത്തു. കുരയ്ക്കുവാൻ തുടങ്ങിയ നായകൾക്ക് മത്സ്യം എറിഞ്ഞു കൊടുത്തു. 2 തവളകളുടെയും വായുഭാഗത്ത് തന്നെ പാമ്പുകൾ പിടിമുറക്കിയതിനാൽ അവയുടെ മാമാക്ക് വിളി ഒഴിവായി. അവൻ നടങ്ങ് നീങ്ങിയതോടെ മൂരിങ്ങയിൽ തൂക്കിയിരുന്ന പഞ്ചവർണ്ണ കിളികൂട്ടിൽ നിന്നും ശ്രുതു ശ്രുതു എന്ന ശബ്ദം പുറത്തു കേട്ടു. അവയുടെ ശ്രുതത ഓരോ വാഴപ്പഴത്തിലേക്ക് ഒഴുകി. പടിഞ്ഞാറ് ഭാഗത്തെത്തിയ കോമൻ വാഴകൾക്കിടയിൽ ഒതുങ്ങി നിന്ന് 90-ാം വീടിൻ്റെ മുകളിലേക്ക് കണ്ണോടിച്ചു. ആരും ഉറങ്ങിയിട്ടില്ല. കുറുപ്പന്മാരുടെ സംസാരം കേൾക്കുന്നുണ്ട്. കോമൻ കുറച്ചു നേരം കാത്തു. ഇപ്പോൾ കുറുപ്പന്മാർ ഓരോരുത്തരായി അവരുടെ ഭാര്യമാരോടൊത്ത് മുറിയിൽ കയറി സാക്ഷിയിട്ടു. ഉണ്ണിച്ചിരുതിയുടെ ഭർത്താവായ വാഴുന്നൂരും വന്നെത്തി മുറിയടച്ചു. എല്ലാ മുറികളിലും വിളക്ക് കെട്ടു. ഒരു മുറിയിൽ മാത്രം വിളക്ക് കെട്ടില്ല. കഥകിന് സാക്ഷി എന്നീനില്ല. കോമൻ ഉണ്ണിയമ്മ പറഞ്ഞിരുന്നത് പോലെ 1-2 വാഴയില കയറി ശബ്ദമുണ്ടായി. പിന്നെ കരുതലോടെ നിന്നു. പുറത്തെ ശബ്ദം കേട്ട് ഒരു കറുപ്പൻ വിളിച്ചു ചോദിച്ചു, ഉണ്ണിയമ്മേ, പൂവാരി പയ്യനെ കെട്ടുന്നില്ലേ? അയ്യോ, മറന്നല്ലോ, ഞാൻ പോയി കെട്ടിയിട്ട് വരാം. അവൾ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞ് പതുക്കെ റാന്തൽ വിളക്കുമായി പുറത്തിറങ്ങി. ഇലഞ്ഞിത്തറയിലെത്തി അവളുടെ അരികിലേക്ക് കോമൻ നടന്നു. റാന്തൽ വെളിച്ചത്തിൽ കോമൻ എന്ന കാമദേവന്റെ കരുത്തുള്ള മേനി മിന്നിത്തെളിഞ്ഞു. റാന്തൽ വിളക്കിന്റെ തിരിതാഴ്ച അവനെ ആലിംഗനം ചെയ്തു. ആരും ഉറങ്ങിയിട്ടില്ല. അപകടമാണ്. അവൾ അവന്റെ മുമ്പിൽ ഒരു മായയായി നിന്ന് മുടി വിടർത്തിയിട്ട് അവനെ മുടിച്ചുരുളിനുള്ളിലാക്കി വിളക്കം കയ്യിലെടുത്ത് പതുക്കെ പതുക്കെ 2 പേരും ഒറ്റയാളായി വീടിനകത്തേക്ക് നടന്നു. കോമനെ തൻ്റെ അറയിലെത്തിച്ച് കാട്ടിലിരുത്തി വിളക്ക് തിരിച്ചു വെച്ച ശേഷം അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവന് നൽകുവാൻ കരുതി വെച്ചിരുന്ന അവിലും പഴവും പാലും അവൾ എടുത്ത് വിളഞ്ഞു. അവരുടെ അടക്കി പിടിച്ച സംഭാഷണം ഉറങ്ങാതെ കിടന്ന ഉണ്ണിച്ചിരുത കേട്ടു. ഉണ്ണിയമ്മേ, നീ ആരോടാണ് വർത്തമാനം പറയുന്നത്? മുറിയിൽ ആരെങ്കിലും വന്നു? ഒരു എലിയും പൂച്ചയും വന്നിരുന്നു. കോമൻ പെട്ടെന്ന് വിളക്ക് കെടുത്തി. അപ്പോൾ ചിരുതയ്ക്ക് സംശയം. എന്താ പെണ്ണെ, വിളക്ക് കെട്ടതോ? ആരെങ്കിലും കെടുത്തിയതോ? ആരും കെടുത്തിയില്ല. കാറ്റ് തട്ടിയാണെങ്കിൽ ഇനി അത് കൊടുത്തുന്നില്ല. അല്ല പെണ്ണെ, നീ നടന്നപ്പോൾ 4 കാലിൻ്റെ പെരുമാറ്റം കേട്ടതോ? ഒരു രസത്തിന് കാല് നിരക്കി നടന്നു. പെണ്ണെ, അല്പം മുൻപ് ആനയൊന്നും ചിഹ്നം വിളിച്ചതോ? വല്ല അണ്ണാനും മുതുകിൽ ചാടിക്കാണും. കാള മുക്കറിയിട്ടതോ? പശു പുറത്തു നിന്ന് കണ്ടിട്ടായിരിക്കും. ഉണ്ണിയമ്മയ്ക്ക് കലിയിളകി. അവൾ പറഞ്ഞു, നിർത്ത്, ഞാൻ പറയാം. പാമ്പ് ചീറ്റയുന്നത് ചേര വന്ന് കാണും. പട്ടി കുരിച്ചത് ചേരയെ കണ്ടിട്ട്, പഞ്ചവർണ്ണ കിളി ചിലച്ചത് പൂച്ചയെ കണ്ടിട്ട്. അവൾക്ക് ദേഷ്യൻ അണപൊട്ടി. പിന്നെ അവൾ ഒന്നും മിണ്ടാതെ കോമൻ്റെ അരികിലേക്ക് ചേർന്ന് കിടന്ന് അവനെ പുണർന്നു തുടങ്ങി. നുടച്ചുണ്ടത്തിക്ക് ഉറക്കം നുണയുവാൻ പോലും കഴിഞ്ഞില്ല. വാഴുന്നൂർ കിഴവൻ്റെ കൂർക്കം വലിയെ പിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പൂങ്കോഴിച്ചാത്തൻ കൂകിയപ്പോൾ അവൾ എന്തോ മനസ്സിലുറച്ച് കിഴവൻ വാഴുന്നൂർക്ക് അറിയാത്ത മട്ടിൽ ഒരു തൊഴി കൂടി കൊടുത്തെണീറ്റു. അവൾ ശബ്ദമുണ്ടാക്കാതെ കതകിൻ്റെ സാക്ഷ നീക്കി പുറത്തിറങ്ങി. പിന്നെ ആങ്ങളമാരുടെ അറകളിൽ മുട്ടി വിളിച്ച് അവരെ ഉണർത്തി. അവൾ അടക്കം പറഞ്ഞു, ഉണ്ണിയമ്മയുടെ അറയിൽ ആരോ ഉണ്ട്, പരിശോധിക്കണം. ഇവൾ പണ്ടേ നുണച്ചയാണെന്ന് കുറുപ്പന്മാർക്കറിയും. വെറുതെ പുഴക്കടവിൽ വലവിശിയതും പാരാട്ടെ വീട്ട് അരിച്ചു പിറക്കിയതും ഇതൊക്കെ ഇവളുടെ ഓരോ നുണക്കഥ വേക്കാണ്. ഇനി ചാടിക്കേറി ഒന്നിനും ഇറങ്ങണ്ടെന്ന് കുറുപ്പന്മാർ തീരുമാനിച്ചു. എങ്കിലും രാത്രി എന്തോ ഒച്ചയും മനക്കവുമൊക്കെ ചുറ്റുപാടും കേട്ട കാര്യം അവരുടെ മനസ്സിലുണ്ട്. ഉണ്ണിയമ്മ ഇനിയും ഉണർന്നിട്ടില്ല. ഇടയ്ക്കെങ്ങും കതക് തുറക്കുന്ന ശബ്ദവും കേട്ടില്ല. ഇപ്പോൾ അവളുടെ അറ തുറപ്പിച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് ചാടിക്കും. ഉണ്ണിയമ്മ പെണ്ണെ, മൂത്തുകുറുപ്പ് വിളിക്കുന്നത് കേട്ട് അവൾ കോമൻ്റെ കൈ മാറിടത്തിൽ നിന്നും വേർപെടുത്തി തിടുക്കത്തിൽ എണീറ്റു. ആങ്ങളെ വിളിച്ചു. 2 വെറ്റില കൊണ്ടോ? തട്ടത്തിൽ വെറ്റിലയില്ല. നേരെ നന്നേ പുലർന്നിട്ടില്ലല്ലോ ആങ്ങളെ, ഇന്നെന്താ പതിവില്ലാതെ മുറുക്കുവാൻ? പെണ്ണെ, പല്ലിനൊരു തരിപ്പും കിരികിരിപ്പും, ഒന്ന് മുറുക്കി നോക്കാം. കോമൻ നല്ല ഉറക്കത്തിലാണ്. ഉണർത്തിയാലോ? വേണ്ട, അപകടമായെങ്കിലും. താൻ മുറി തുറന്ന് പത്തായപ്പുരയിലേക്ക് നടക്കുമ്പോൾ ആരെങ്കിലും മുറിയിൽ കയറിയാലോ? അപ്പോഴാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. കോമൻ്റെ ഭാണ്ഡത്തിൽ വെറ്റിലയുണ്ട്. അവൾ കോമൻ്റെ ഭാണ്ഡത്തിൽ തപ്പി ഒരു പിടി വെറ്റിലയെടുത്ത് അത് തുറന്ന് പുറത്തിറങ്ങി. ഇറങ്ങിയ ഉടനെ മുറി പൂട്ടി താക്കോലരയിൽ തിരികുവാൻ അവൾ മറന്നില്ല. അറയിൽ നിന്ന് പുരുഷന്മാർ ആരെങ്കിലും പുറത്തു ചാടുന്നുണ്ടോ എന്ന് നോക്കി അവിടെ നുണച്ചുണ്ടത്തി മാറി നിൽപ്പുണ്ടായിരുന്നു. ഏട്ടത്തിയെ നോക്കി മുഖമൊന്ന് വെട്ടിച്ച് കൂസലൊന്നും കൂടാതെ അവൾ മൂത്ത കുറുപ്പിനരികിലേക്ക് ചെന്നു. ദാ വെറ്റില. ഉണ്ണിയമ്മ വെറ്റില തട്ടത്തിലിട്ടു. പെണ്ണെ, ഇത് നല്ല തുളസിക്കൊടി വെറ്റിലയാണല്ലോ. അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി. മൂത്ത കുറുപ്പ് അവളെ തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം വീണ്ടും ചോദിച്ചു, പാലാട്ടെ വെറ്റിലക്കൊടിയിലെ തുളസി വെറ്റില കണ്ടിട്ടുള്ളൂ. അതെങ്ങനെ 90-ാം വീട്ടിലെ പത്തായപ്പുരത്തിലെത്തി? അതെ, ഞാൻ ഇന്നലെ മുണ്ടൂരങ്ങാടിയിൽ ചെന്നപ്പോൾ പാലാട്ടെ കൊങ്കിയമ്മയുടെ വെറ്റില വിൽക്കുന്നതെന്നും ഞാൻ കണ്ടിരുന്നു. അവിടുന്ന് ഞാൻ വാങ്ങി. പാലാട്ടെ കുങ്കിയമ്മയ്ക്ക് അങ്ങാടിയിൽ പോയി വെറ്റില വിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് കുറുപ്പന്മാർ കുറിപ്പുണ്ട്. എങ്കിലും പെട്ടെന്ന് അവർക്ക് അങ്ങനെയൊരു
അധോഗതി വന്നുപോയെങ്കിൽ നന്നായി എന്ന് കരുതി കുറുപ്പ് വെറ്റില കയ്യിലെടുത്ത് ഞെട്ടും തുമ്പും മുറിക്കുവാൻ നോക്കിയപ്പോൾ വെറ്റിലയിൽ ചുരുക പൊതിഞ്ഞ് വെച്ചതുപോലെ ഒരു വടിവ്. മറ്റു വെറ്റിലകളിലും അതുണ്ട്. വീണ്ടും മൂത്ത കുറുപ്പിൻ്റെ കൂർത്ത നോട്ടം. പിന്നെ ചോദ്യം, തന്നെ വെറ്റിലയിൽ എങ്ങനെ ചുരുക്കപ്പാട് വന്നു? ആ ചോദ്യം കേട്ട് അകത്ത് നിന്ന് എല്ലാവരും കേട്ടിരുന്ന മറ്റു കുറുപ്പന്മാരും അങ്ങോട്ട് ചെന്നു. ചുരുക്കപ്പാടല്ല, ഉലക്കപ്പാടാണ്, ഉണ്ണിയമ്മ പറഞ്ഞു. പിന്നെ അവൾ അവിടെ അധികം നിൽക്കാതെ തിടുക്കത്തിൽ തൻ്റെ അറയുടെ അടുത്തേക്ക് നടന്നു. നുണച്ചുണ്ടത്തെ അറക്കരികിൽ അതേ നിൽപ്പാണ്. കുറുപ്പന്മാർ അവളെ അങ്ങനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഉണ്ണിയമ്മ അങ്ങോട്ട് നോക്കിയതേയില്ല. അവൾ അരയിൽ നിന്നും താക്കോലെടുത്ത് മുറി തുറന്ന് അതേ വേഗത്തിൽ തന്നെ സാക്ഷ്യമിട്ടു. അറയ്ക്കുള്ളിൽ കോമൻ വാളും പിടിച്ച് കരുതലോടെ നിൽക്കുന്നതാണ് അവൾ കണ്ടത്. പേടിച്ചു പോയല്ലോ, അവൾ പതുക്കെ പറഞ്ഞു. എന്നെ കൊല്ലുവാനുള്ള പുറപ്പാടാണോ? അല്ല പെണ്ണെ, മുറി ആരോ പുറത്തു നിന്നും പൂട്ടുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. അപ്പോൾ നീ അരികിലില്ല. ചതി പറ്റിയോ എന്ന് സംശയിച്ചു. എന്തായാലും കരുതി തന്നെ നിന്നു. ചതി പറ്റിയോ? എൻ്റെ എല്ലാമായ അന്നിക്ക് എൻ്റെ അറയിൽ ഉറങ്ങുമ്പോൾ ഒരാപത്തും വരാതെ ഞാൻ നോക്കും. അതിനുവേണ്ടി എൻ്റെ ജീവൻ പോയാൻ. അവൻ അവളുടെ വാ പൊത്തി. പിന്നെ അവളുടെ കവിളിൽ ചുംബിച്ചു. അവളുണ്ടായ സംഗതികൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു, നേരം പുലരുന്നതേയുള്ളൂ. എല്ലാവരും എന്തോ സംശയം തോന്നി നേരത്തെ ഉണർന്നിരിപ്പാണ്. ഏത് നിമിഷവും അവർ ഇങ്ങോട്ടെത്തി അറ തുറപ്പിച്ച് പരിശോധന നടത്താം. അവൾ അവൻ്റെ കാതിലെന്തോ മന്ത്രിച്ചു. ഉണ്ണിയമ്മയുടെ അറയിൽ അവളോടൊപ്പം ഇപ്പോഴും ഒരു പുരുഷനുണ്ടെന്നും അതിനാൽ എത്രയും വേഗം മുറി തുറപ്പിച്ച് പരിശോധിക്കുക വേണമെന്നും ചിരിത കുറുപ്പന്മാരെ വീണ്ടും നിർബന്ധിച്ചു. അവൾ വെറ്റിലയെടുത്ത് പത്തായപ്പുരത്തിൽ ചെന്നിട്ടില്ലെന്നും അവൾ പുറത്തിറങ്ങിയപ്പോൾ മുറി പൂട്ടി താക്കോലറയിൽ തിരികെയെന്നുമൊക്കെ അവൾ വിവരിച്ചു. കുറുപ്പന്മാർ തിടുക്കത്തിൽ വാളും പരിചയം എടുത്ത് ഉണ്ണിയമ്മയുടെ അറവാതയ്ക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. അവൾ അറ തുറന്നു. അവർ അവിടെയൊക്കെ കണ്ണോടിച്ചു. മറ്റാരുമില്ല. നഖം ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന നുണച്ചിരുതിയെ തെറി പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്കിരുന്നു. ദാ ഒരു കീറ ഓലക്കുടയും പിടിച്ച് ചപ്പറ മുടിയും പരത്തി താടിമീശയുമായി ഒരു പാണം 90-ാം വീട്ടിൻ്റെ പടിക്കുര നടയിലൂടെ നീങ്ങുന്നു. കുറുപ്പന്മാർ അവ കണ്ടു. ഇത്ര വെളുപ്പിനെ ഇതേത് പാണ്? നില്ലടാ പാണരാരി, കുറുപ്പന്മാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ തിടുക്കത്തിൽ പടിപ്പുരയിറങ്ങി. പാണനരികിലെത്തി. നീ എവിടുന്നാ പാണനാടാ? കറുത്തനാർ നാട്ടിൽ നിന്നാണോ? ഈ പടിപ്പുരയുടെ ഇങ്ങനെ എത്തി? വഴിതെറ്റി വന്നുപോയതാവും. എങ്ങോട്ട് നിനക്ക് പോണ്ടത്? കൊല്ലുപ്പുരയോളം. പാണൻ എന്താടാ കൊല്ലപ്പുരയിൽ കാര്യം? പാണന് കാര്യമില്ല. പക്ഷെ തച്ചോളി ഓതേനെ കുറുപ്പൻ്റെ 4 ചുരുക കടയുവാനുണ്ട്. ഓതേനൻ്റെ പേര് കേട്ടപ്പോൾ കുറുപ്പന്മാർ അല്പം ഭയത്തോടെ പരസ്പരം നോക്കി കൺമിഴിച്ചു. അവൻ പാണൻ തന്നെയൊന്ന് പരിശോധിക്കുവാൻ അവർ പറഞ്ഞു. ആചാരം ചെയ്യടാ. അവരൊരു പണക്കിഴി വെച്ചു. അവർക്ക് സംശയം തീർന്നില്ല. ഭാണ്ഡം അഴിക്കടാ. പാണ്ഡൻ ഭാണ്ഡം അഴിച്ചു. ചുരുക 4 കാണിക്കടാ. ചുരുക 4 അവൻ പുറത്തടഞ്ഞു. ഇങ്ങോട്ട് താടാ പാണ, കയ്യിൽ വെച്ച് കാണട്ടടാ. തച്ചോളിക്കുറുപ്പിൻ്റെ ചുരുക പാണൻ തൊട്ടാൽ പിന്നെ കൊല്ലനെ തൊടാവൂ. അതാ ചട്ടം. പിന്നെ കാണാൻ കൊതിയെങ്കിൽ ചുരികരിൽ 4 അഭ്യാസം കാട്ടിത്തരാമേ. പാണനൊന്ന് കരണം പറഞ്ഞ് ചുരിക 4 ഒന്നൊന്നായി മാനത്തുയർത്തെറിഞ്ഞ് മിന്നായം പോലെ ഓരോന്നും മാറി മാറി പിടിച്ച് ആരും കണ്ടിട്ടില്ലാത്ത ചില ആയുധമുറകൾ കാട്ടി. കുറുപ്പന്മാർക്ക് പേടിയായി. ഇവൻ വെറും പാണനല്ല, അവനോടധികം കളിക്കുന്ന കുഴപ്പമാണെന്ന് കരുതി അവർ പറഞ്ഞു. നീ വെറും പാണനല്ലല്ലോ, നീ എങ്ങനെ നടക്കേണ്ടവനല്ല. എല്ലാം മുകളിലുള്ളവർ കാണേണ്ടതാണ്. മാളിക മുകളിൽ എല്ലാം നോക്കി നിന്ന് ഉണ്ണിയമ്മ ചിരിക്കുന്നുണ്ടായിരുന്നു. കപ്പുള്ളി പാലാട്ടു വീട്ടിൽ പിറന്ന ഒരു ആൺതരി ഏതോ കല്ലറയിൽ വളർന്ന് അസാമാന്യമായ ആയുധശേഷി കൈവരിച്ച് അർജുനനെ പോലെ സവ്യസാചിയായി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടിൽ കേട്ട കഥകൾ കള്ളക്കഥകളാണെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളിയ കുറുപ്പന്മാർക്ക് അവരുടെ മുൻപിൽ അന്ന് വെളുപ്പിന് അഭ്യാസിയായി പ്രത്യക്ഷപ്പെട്ട പാണനെക്കുറിച്ചുള്ള സംശയം ഇനിയും മാറിയിട്ടില്ല. അതവൻ തന്നെ ആയിരിക്കുമോ? 90-ാം വീട്ടിലെ രഹസ്യങ്ങൾ അവൻ ചോർത്തിയെടുത്തിരിക്കുമോ? ഉണ്ണിയമ്മ തങ്ങളെ ഒറ്റുകൊടുത്തതായിരിക്കുമോ? ചിരിതയ്ക്കും ഉണ്ണിയമ്മയെക്കുറിച്ചുള്ള സംശയങ്ങൾ വിട്ടുമാറിയിട്ടില്ല. ഉണ്ണിയമ്മയുടെ അറയിൽ അവൾക്കൊപ്പം ഒരു പുരുഷൻ ഉറങ്ങുന്നുവെന്ന് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലാണ് അവൾ കുറുപ്പന്മാരെ കൊണ്ട് അവളുടെ അറ തുറപ്പിച്ചത്. പക്ഷേ എല്ലാവരുടെയും മുൻപിൽ ഇളഭ്യയാകുകയും ചെയ്തു. മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നവൻ എങ്ങനെ പുറത്തു ചാടി രക്ഷപ്പെട്ടുവെന്ന് അവൾക്കൊരു പിടിയുമില്ല. കോമന് കുടുവിട്ടു കുടുമാറ്റം മന്ത്രസിദ്ധികളും വശമുണ്ടെന്ന നാട്ടിൽ കേട്ട കഥകൾ സത്യമായിരിക്കുമെന്ന നിഗമനത്തിൽ അവൾ എത്തിച്ചേർന്നു. പോയവൻ പോയി. ഇനി അവളെ കൊടുക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന ഐശ്വര്യതയുടെ ആലോചന. ഉണ്ണിയമ്മ ഈഞ്ചയും മഞ്ഞളുമൊക്കെ എടുത്ത് കുളിക്കുവാൻ ഇറങ്ങുന്നത് ചിരിത കണ്ടു. അവൾ ആ തക്കത്തിന് പതുക്കെ ഉണ്ണിയമ്മയുടെ കിടപ്പറയിലേക്ക് കടന്നു. അവിടെയൊക്കെ പരിശോധന തുടങ്ങി. കട്ടിലിനടിയിലേക്ക് അവൾ നോക്കി. അവിടെ പതിവില്ലാതെ ഒന്നിനു പകരം 2 കോളാമ്പികൾ. അവൾ കിടക്ക നിവർത്തി പരിശോധിച്ചു. ധാ നീളമുള്ള തലയിണയിൽ 2 തലവെച്ച് കിടന്നതിൻ്റെ കുഴിവ്. അവൾ തലയിണ ഇളക്കി നോക്കി. അമ്പടി ഗേമി, തലയിണയ്ക്കിടയിൽ ഒരു കത്തി. അവൾ കത്തി കയ്യിലെടുത്ത് പരിശോധിച്ചു. അത് വെറും കത്തിയല്ല, നമ്പിക്കത്തി. ഇതെങ്ങനെ അവളുടെ തലയിണക്കിടയിൽ വന്നു? വന്നവൻ കൊണ്ടുവച്ചു. പോയപ്പോൾ എടുക്കുവാൻ മറന്നു. അത്ര തന്നെ. അവളും കൊപ്പിച്ചു. നമ്പിക്കത്തി ആ ദേശത്താകെ 4 പേർക്ക് മാത്രമേ ഉള്ളൂ.
ഒന്ന് 90-ാം വീടർക്ക്, ഒന്ന് കപ്പുള്ളി പാലാട്ട്, പിന്നെ ഒന്ന് വള്ളുവപ്പുയാനും, നാലാമുള്ളത് നാടുവാഴിക്കും. 90-ാം വീട്ടിലെ കത്തി മൂത്ത കുറുപ്പിൻ്റെ തലയണക്കീഴിൽ തന്നെ എപ്പോഴും കാണും. നാടുവാഴി കത്തി ഇവിടെ വരുവാൻ ന്യായമല്ല. പിന്നെയുള്ളത് പാലാട്ട് വീടും വള്ളുവപ്പിലായവനും. ഇത് വള്ളുവപ്പില്ലായവൻ്റേതാവാൻ കഴിവില്ല. അവനൊരിക്കലും 90-ാം വീടിൻ്റെ പടി അനുവാദം കൂടാതെ കടന്നു വരുവാനുള്ള ധൈര്യം പോരാ. രാത്രി അവൻ പുറത്തിറങ്ങി നടക്കാറുമില്ല. പിന്നെ തീർച്ചയായും ഇത് കപ്പുള്ളി പാലാട്ടെ കത്തി തന്നെ. കുളിക്കടവിൽ ഉണ്ണിയമ്മയോടൊപ്പം നിന്ന് തൻ്റെ കണ്ണു വെട്ടിച്ച് മറഞ്ഞ ആ പുരുഷരൂപം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. കരുത്തനും കാമരൂപനുമായ അവനോടൊപ്പം ഒരു രാത്രി പുലരുവോളം കഴിയുവാൻ ഭാഗ്യമുണ്ടായ അനുജത്തിയോട് അവൾക്ക് തോന്നിയ അസൂയ പകയായി പത്തിവിടർത്തി. അവൾ കത്തിമിനെ ചുണ്ടോടടുപ്പിച്ച് ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു. കുടിപ്പകയാണെങ്കിലും പാലാട്ടെ വീട്ടിലെ ഒരു പുരുഷൻ 90-ാം വീട്ടിലെ പെണ്ണിനോടൊപ്പം അന്തിയുറങ്ങിയെന്ന് കേട്ടാൽ അതിലത്രയ്ക്ക് മാനഭംഗം തോന്നേണ്ട കാര്യം നാട്ടാർക്കില്ല. അത്രയ്ക്ക് സുന്ദരനും യോഗ്യനും വീരനുമായൊരു പുരുഷനെ പാലാട്ടയ്ക്കാൻ കഴിയുന്നുവെന്ന് അന്തസ്സായി അവൾക്ക് പറയുവാൻ കൽപ്പിച്ചു കൊടുക്കാം. കത്തി വെളുപ്പില്ലാവിൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാണം കെടുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഉള്ള കാര്യം തുറന്നു പറയും. അവൾ ഒരു പ്രതിജ്ഞയെടുത്തു. എടി ഉണ്ണിയമ്മേ, എണ്ണിയിരുന്നു പിന്നെ ഞാൻ ഈ കത്തിമുനയിൽ കോർക്കും, തീർച്ച. കുറുപ്പന്മാരെ കൊണ്ട് കത്തി വള്ളുവപ്പലിൻ്റേതാണോ എന്ന് വിശ്വസിപ്പിക്കുവാനുള്ള യുക്തികൾ മെനഞ്ഞുകൊണ്ട് അവൾ കത്തിയുമായി പുറത്തിറങ്ങി. അവൾ കത്തി കുറുപ്പന്മാർക്ക് കൈമാറി. കുറുപ്പന്മാർ കത്തി തിരിച്ചും മറിച്ചും പരിശോധിച്ചു. നുണച്ചുണ്ടത്തി പറയുന്നതൊക്കെ കേട്ട് കത്തി വള്ളുവപ്പലേൻ്റേതാണെന്ന് അപ്പാടെ വിശ്വസിക്കുവാൻ കുറുക്കന്മാർക്ക് കഴിഞ്ഞില്ല. കത്തി പണിത കൊല്ലനെ കണ്ടിട്ടാകാൻ തീരുമാനം. അവർ കൊല്ലക്കുടിയിലേക്ക് നടന്നു. കൊല്ലൻ കത്തിയും കോടാലിയുമൊക്കെ പലർക്കും പണിയിച്ചു കൊടുക്കുന്നുവെന്നല്ലാതെ അതിനൊക്കെ അക്കം വിട്ട് നാൾ വഴി സൂക്ഷിക്കുന്നതൊന്നും പതിവില്ല. അയാൾ കത്തി തിരിച്ചും മറിച്ചും പരിശോധിച്ചു. ഒരു വശത്ത് കപ്പുള്ളി പാലാട്ട് വീട്, മറുവശത്ത് വള്ളുവപ്പുലയൻ. രണ്ടിലൊന്നും പറഞ്ഞേ തീരും. പാലാട്ട് വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ കോമക്കുറുപ്പിനെക്കുറിച്ചുള്ള പരാക്രമ കഥകൾ കേട്ടിടത്തോളം തടിയേടാകും. വള്ളുപൊപ്പിലേൻ്റെതെന്ന് പറയുന്നതാണ് ബുദ്ധി. ആ പാവം ചോദിക്കുവാനും പറയുവാനൊന്നും വരില്ല. അതിനു മുൻപ് തന്നെ കുറുപ്പന്മാർ അവനെ കത്തി കയറ്റി. കൊല്ലൻ അത് തന്നെ പറഞ്ഞു. ഈ കത്തി വള്ളുവപ്പുലേൻ്റേതാണ്, സംശയമില്ല. പരിശോധനക്കൂലി 16 പണവും അവൻ കൈപ്പറ്റി. കത്തി അരയിൽ തിരികെ കുറുപ്പന്മാർ നടന്നു. അല്ല പെണ്ണെ, ഈ വള്ളുവപ്പുലേൻ്റെ കത്തി നിന്റെ തലയണക്കീഴിൽ എങ്ങനെ പെട്ടു? കുളി കഴിഞ്ഞെത്തിയ ഉണ്ണിയമ്മയോട് ചിരിതയുടെ ചോദ്യം. ഏട്ടത്തി തൻ്റെ കിടപ്പറ പരിശോധിച്ചെന്നും തലയണയ്ക്കിടയിൽ നിന്നും ഒരു കത്തി കണ്ടെത്തി കുറുപ്പന്മാരെ ഏൽപ്പിച്ചെന്നും അവർ അത് ആരുടേതെന്ന് പരിശോധിക്കുവാൻ കൊല്ലക്കുടിയിലേക്ക് പോയിരിക്കുകയാണെന്നും കുളിച്ചു മടങ്ങും വഴി ഉണ്ണിയമ്മ അറിഞ്ഞിരുന്നു. ആ വാർത്ത നിമിഷങ്ങൾക്കകം നാട്ടിൽ പരത്തിയതും പിന്നിലും നുണച്ചുണ്ടെത്തി തന്നെയാണെന്നും അവൾക്ക് ബോധ്യമുണ്ട്. അവൾ ഒന്നും കേട്ടില്ലെന്ന ഭാവത്തിൽ നടന്നപ്പോൾ ചിരിതയ്ക്ക് കലകേറി. എന്താടി ചോദിച്ചതിന് ഉത്തരമില്ല. നിന്റെ തലയണക്കീഴിൽ കത്തിയിട്ടവൻ ആരാണെന്നാണ് ചോദിച്ചത്. തലയണക്കീഴിൽ കത്തിയോ? അതേ, കത്തി ഞാൻ തന്നെ എടുത്തതു. എന്നാൽ കുത്തിച്ചാവ്. അവൾ തിരിഞ്ഞു നടന്നു. ചിരിത തൽക്കാലം ഒന്നും മിണ്ടിയില്ല. ആങ്ങളമാർ കൊല്ലക്കുടിയിൽ നിന്ന് വരുന്നത് നോക്കി അവളിരുന്നു. കുറുപ്പന്മാർ ചൂരൽ കൊണ്ട് അനുജത്തിയുടെ ചന്തി തല്ലിപ്പൊളിക്കുന്നത് അവൾ സ്വപ്നം കണ്ടു. കുറുപ്പന്മാർ പടിയേറി വന്നു. അവർ ഉണ്ണിയമ്മയെ തങ്ങളുടെ മുൻപിൽ വിളിച്ചുകൊണ്ട് നിർത്തുവാൻ ചിരിതയോട് പറഞ്ഞു. ഉണ്ണിയമ്മ ഒരു ഭാവഭേദവും കൂടാതെ ആങ്ങളമാരുടെ മുമ്പിൽ വന്ന് നിന്നു. ഉണ്ണിയമ്മ, മൂത്തുകുറുപ്പിൻ്റെ മുഴങ്ങുന്ന ശബ്ദം. കോലും വാളും എടുപ്പിക്കാതെ ഉള്ള കാര്യം തുറന്നു പറയാം. നിന്റെ തലയിണക്കീഴിലിരുന്ന കത്തി ഏതാ? കത്തിയോ? അവളൊന്നും അറിയാത്ത മട്ടിൽ പറഞ്ഞു. എൻ്റെ തലയിണക്കീഴിൽ കത്തിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ചിരിതയെടുത്ത ഈ കത്തി ഏതാടി? ചോദിച്ചത് 2-ാം കുറുപ്പൻ. 7 കുറുപ്പന്മാരും കൈ മുങ്ങിപ്പിടിച്ച് അവളുടെ ചുറ്റുമെത്തി. 10-ാം കുറുപ്പൻ മാറി നിന്നതേ ഉള്ളൂ. ചിരിത കത്തിയെടുത്ത് തൻ്റെ തലക്കിണയിൽ നിന്നില്ല. അവൾ അവളുടെ തലക്കിണക്കിടയിൽ നിന്നൊരു കത്തിയെടുത്ത് പുറത്തേക്കിറങ്ങുന്നത് കുളിനിക്കാറിറങ്ങുമ്പോൾ ഞാൻ കണ്ടിരുന്നു. ആരുടെ കത്തിയെന്ന് ഞാൻ ചോദിക്കാൻ പോയില്ല. എൻ്റെ മുറിയിൽ നിന്ന് ആരും കത്തിയെടുത്തിട്ടുമില്ല. ഉണ്ണിയമ്മയുടെ വർത്തമാനം ഏട്ടത്തേക്ക് ശരിക്കും കയറിക്കത്തി. കണ്ടെടുത്ത കത്തിക്ക് ഇങ്ങനെയും ഒരു മുന കൂടി ഉണ്ടാകുമെന്ന് അവൾ കരുതിയില്ല. എടി നുണച്ചി, ചിരിത ചീറിയെടുത്തുകൊണ്ട് ചോദിച്ചു. നിന്റെ തലയിണക്കീഴിനെടുത്ത വാളുവലപ്പേൻ്റെ കത്തി ഇപ്പം എൻ്റേതായി ഓടി. അധികം ചാടാതെ, ഉണ്ണിയമ്മ പറഞ്ഞു. നുണച്ചുണ്ടെത്തി എന്ന പേര് പതിഞ്ഞിട്ടുള്ള ആർക്കാണ് നാട്ടുകാർക്കെന്നറിയാം. പിന്നെ കത്തി നിൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞതുപോലെ വള്ളുവലപ്പിൻ്റേത് ആകാം. ചിരിതയാകെ വെട്ടിലായി. അവൾ അകത്തേക്ക് വലിഞ്ഞു. ഇങ്ങനെ ഒരു കഥ ഇനി തൻ്റെ കിഴവൻ വാഴുന്നവരുടെ ചെവിയിലെങ്ങാനും പെട്ടാലോ എന്ന ചിന്തയായി അവൾക്ക്. കൊട്ടപ്പാക്ക് ചുരണ്ടാനൊരു കത്തിയായല്ലോ എന്ന കിഴവൻ പറയൂ എന്ന് അവൾ സമാധാനിച്ചു. കുറുപ്പന്മാരും കുഴങ്ങി. സംശയം തീർക്കണേ ശിവനെ എന്നവർ പ്രാർത്ഥിച്ചു. ഉണ്ണിയമ്മ അവളുടെ പാട് നോക്കി. 10 കുറുപ്പന്മാർക്കും സ്വസ്ഥത നഷ്ടപ്പെട്ടു. കത്തിയുടെ സത്യാവസ്ഥയെക്കുറിച്ച് ഒരെത്യം പിടിയും കിട്ടാതെ അവർ കുഴഞ്ഞു. ഇങ്ങനെ 2 പെങ്ങന്മാരില്ലാതെ പോയെങ്കിൽ എത്ര നന്നായെന്ന് അവർ മനസ്സുകൊണ്ട് പ്രാഗി. സഹോദരിയുടെ കിറപ്പറയിൽ തലയണക്കീഴിൽ ഒരു പുരുഷൻ കത്തിവെച്ച് മറന്നതിലോ സഹോദരിമാരുടെ ചാരിത്രത്തെക്കുറിച്ചോ അല്ല കുറുപ്പന്മാരുടെ ഇപ്പോഴത്തെ ആദി. മറന്നുവെച്ചവൻ വള്ളുവൽപ്പനാകരുതേ ദൈവങ്ങളെ എന്നു മാത്രമാണ് അവരുടെ പ്രാർത്ഥന.
തൻ്റെ തലയണക്കീഴിൽ നിന്ന് നല്ല കത്തി എടുത്തതെന്ന് ഉണ്ണിയമ്മ മടി കൂടാതെ പറഞ്ഞുവെങ്കിലും ആരോ ഒരുവൻ അവളുടെ അറയിൽ കടന്നിരിക്കുക തന്നെയെന്ന് അവർ ഉറപ്പിച്ചു. അവർ ഓരോരുത്തരും മാറി മാറി ഉണ്ണിയമ്മയെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. സാമവും ദാനവും ഭേദവും കഴിഞ്ഞപ്പോൾ സംഗതി ദണ്ഡനത്തിലേക്ക് നീങ്ങി. ആദ്യം അവളെ പിടിച്ച് പുരിവെയിലത്ത് നിർത്തി നോക്കി. കത്തിയെക്കുറിച്ച് അവൾ കമാ എന്നും മിണ്ടിയില്ല. ചുവരിൽ പിടി നോക്കി. അവൾ കല്ലുളയെങ്കിൽ കത്തിക്ക് മറുപടിയില്ല. പിന്നെ മുറിയിലടിച്ച് വെള്ളം പോലും കൊടുക്കാതെ പരീക്ഷിച്ചു നോക്കി. മിണ്ടാട്ടമില്ല. പിന്നെ ഇളയ കുറുപ്പന്മാരിൽ ചിലർക്കെങ്കിലും അവളോട് അലിവാണ് തോന്നിയത്. ചാത്തു കുട്ടിയിട്ട് കുറുപ്പ് അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. എത്രയായാലും അവൾ നമ്മളുടെ കുഞ്ഞു പെങ്ങളല്ലേ ചേട്ടാ, പാവമല്ലേ. ഇതിനിടെ ഉണ്ണിയമ്മയും വള്ളുവപ്പുലേനെയും ചേർത്തുള്ള പല കഥകളും നാട്ടിൽ പരന്നു. വള്ളുവപ്പുലേൻ കുടിലും പൊളിച്ച് നാട് വിട്ടു. നാട്ടിൽ പരന്ന കഥകളെക്കുറിച്ച് തന്നോട് ചോദിച്ച പെണ്ണുങ്ങൾക്ക് ഉണ്ണിയമ്മ ചുട്ടു മറുപടി കൊടുത്തു. കിടപ്പറയിലെ കത്തി എന്ന പാട്ട് കരപ്രമാണിമാർ ഈണത്തിൽ രാജാവിനെ പാടിക്കേൽപ്പിച്ചു. പ്രമാണിമാരും ഒരുമിച്ച് രാജാവും ഉണ്ണിയമ്മയെ ചോദ്യം ചെയ്യുവാൻ ഇതിലും രസമുള്ള മറ്റെന്തു വിഷയമുണ്ട്. അതെത്ര നിവേദനം കിട്ടിയ അന്ന് തന്നെ രാജാവ് പുറപ്പെട്ടതും രാജാവിനോടും അവൾ കൊന്നേ പറയുവാനുണ്ടായിരുന്നു. എല്ലാം കാലം തെളിയിക്കട്ടെ. സത്യം പുറത്തിറങ്ങുന്നതുവരെ ഇവളെ പൂട്ടിയിടുക, രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ഉണ്ണിയമ്മ തടവറയിലായി. ഉണ്ണിയമ്മയെ പുഴക്കടവിൽ കാണാതായതോടെ കോമന് പരിഭ്രമമായി. അവൾക്ക് വല്ല അപകടവും പിടഞ്ഞിരിക്കും. അക്കാര്യം അന്വേഷിച്ചറിയുവാൻ കോമൻ 90-ാം വീട്ടിലേക്ക് ഒരു ചാരനെയും എഴുത്താണിയും മൂലയുമായി പറഞ്ഞയച്ചു. അവൻ കുറുപ്പന്മാരുടെ കണ്ണു വെട്ടിച്ച് ഉണ്ണിയമ്മയുടെ തടവറയിലെ ജനയാനയ്ക്കെത്തെത്തി. അവൻ കൊടുത്ത എഴുത്തോണയും മൂലയും വാങ്ങി ഉണ്ണിയമ്മ എഴുതി. പാലാട്ടെ കോമൻ നാരായണറിവാൻ 90-ാം വീട്ടിൽ ഉണ്ണിയമ്മ കുറിക്കുന്നത് അവൾ കുറിപ്പ് പൂർത്തിയാക്കി ചാരനെ ഏൽപ്പിച്ചു. പിന്നെയും കോമനും കാത്ത് കണ്ണീരോടെ അവൾ കഴിഞ്ഞു. ഓലക്കുറിപ്പ് കുങ്കിയമ്മയുടെ കയ്യിലാണ് കിട്ടിയത്. അവർ അത് വേഗത്തിൽ വായിച്ചു. അവസാനം വരെ ഇങ്ങനെ: അതിനാൽ എങ്ങനെയും എത്രയും വേഗം എന്നെ രക്ഷിക്കണം എന്ന് ഉണ്ണിയമ്മ ഒപ്പ്. പരദൈവങ്ങളെ, ഞാൻ എന്താണ് ഈ കേട്ടത് എന്ന മുഖവരിയോടെ കുങ്കിയമ്മ കുറിപ്പ് കോമന് കൈമാറി. അത് വായിച്ച ശേഷം കോമൻ അമ്മയോട് മുഖത്ത് നോക്കി. അമ്മ പറഞ്ഞു: മോനെ, അവൾക്ക് അപകടം പിടയും മുമ്പ് എങ്ങനെയും നീ അവളെ രക്ഷിക്കണം. അമ്മ ധൈര്യമായിരിക്കുക. ഉണ്ണിയമ്മയ്ക്ക് ഒരാപത്തും വരില്ല. അവളിനി അമ്മയുടെ മരുമകളായി ഉടനെ പാലാട്ട് വീട്ടിൽ വലതുകാൽ ചവിട്ടും. 90-ാം വീടരുടെ കുടിപ്പക കേട്ടയുടെ അടിക്കല്ല് അതോടെ ഇളകും. കുറുപ്പന്മാരെ ഞാൻ കുങ്കിയമ്മയുടെ കാൽക്കൽ എത്തിച്ച് മുട്ടുകുത്തിക്കും. അമ്മയെ മകനെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. അവൻ അമ്മയുടെ മുൻപിൽ നമ്രശിരസ്കനായി. അമ്മ അവനെ മാറോട് ചേർത്ത് പുണർന്ന് ശിരസിൽ ചുംബിച്ചു. ആ നിമിഷം മുതൽ അമ്മയ്ക്കൊരാഗ്രഹം: അവളെ ചെന്നൊന്ന് കാണണം. അത് മാനുഷ്യ സഹജമായൊരു ഹൃദയവായ്പ. സ്ത്രീകളിൽ ഇത്തരം സാഹചര്യങ്ങൾ അതല്പം കൂടി നിൽക്കും. മരുമകളായി വന്ന് കയറേണ്ടവൾ സ്വന്തം വീട്ടിൽ തടവറയിലാണെന്നറിയുമ്പോൾ ഒരമ്മയ്ക്കും സമാധാനം വരില്ല തന്നെ. പോരെങ്കിൽ എന്തിനും മടിക്കാത്ത കുറുപ്പന്മാരോടൊപ്പം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കുങ്കിയമ്മ വിഷാദിച്ചിരിക്കുമ്പോഴാണ് വൈറ്റാട്ടി ആർച്ചയുടെ വരവ്. കോമനെ കൊലയ്ക്ക് കൊടുക്കാതെ തനിക്ക് കിട്ടിയത് ഈ ആർച്ചയുടെ ധൈര്യവും ഇടക്കും ഒന്നുകൊണ്ടും മാത്രമാണ്. അവൾ വെറുമൊരു വൈറ്റാട്ടി മാത്രമല്ല, പാലാട്ട് കുടുംബത്തിൻ്റെ വിശ്വസ്തയായ മിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ഏത് വിഷമസന്ധിയിലും അവരെ സഹായിക്കുവാനും എന്ത് ത്യാഗം സഹിക്കുവാനും ആർച്ച തയ്യാറാണ്. കുങ്കിയമ്മ കാര്യങ്ങളൊക്കെ അവളെ ധരിപ്പിച്ചു. അവളും ഏറെക്കുറെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരവ്. ഉണ്ണിയമ്മയെ ചെന്നൊന്ന് കാണുവാനും ഒന്ന് സംസാരിക്കുവാനുള്ള അവരുടെ ആഗ്രഹത്തെക്കുറിച്ച് അവർ ആർച്ചയോട് പറഞ്ഞപ്പോൾ ആർച്ച ഒരു ഉപായം ആലോചിച്ചു കുറിച്ച് പറഞ്ഞു: തമ്പുരാട്ടിയെ ഞാൻ 90-ാം വീട്ടിലെത്തിച്ച് മരുമകളെ കാണിച്ച് ഒരു കുഴപ്പവും കൂടാതെ പാലാട്ടി തിരിച്ചെത്തിക്കും. കോമനോട് കാര്യം തുറന്നു പറഞ്ഞ ശേഷം അടുത്ത ദിവസം വെളുപ്പിനെ വൈറ്റാട്ടി ആർച്ചയോടൊപ്പം ഒരു വെളുത്തെടുത്തിയുടെ വേഷത്തിൽ കുങ്കിയമ്മയുടെ 90-ാം വീട്ടിലെത്തി. ഭാവി മരുമകളെ ആ അമ്മ കൺകുളർക്കെ കണ്ടു. കോമൻ്റെ അമ്മയെ കണ്ട് ഉണ്ണിയമ്മ കണ്ണീർ വാഴ്ത്തു. ദുഃഖമടക്കി അമ്മ പറഞ്ഞു: നിന്നെ ഒട്ടും വയ്യാതെ പാലാട്ട് കോമൻ വന്ന് മോചിപ്പിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവരും. ധൈര്യമായിരിക്കും. അവളെ സമാധാനിപ്പിച്ച് ആർച്ചയോടൊപ്പം അമ്മ മടങ്ങി. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഇവിടെയാണ് ഇനി ഒരു ട്വിസ്റ്റ് വരുന്നത്. തച്ചോളി ഒതേനക്കുറുപ്പ് പാലാട്ട് കോമൻ്റെ വകയിൽ ഒരു അമ്മാവനാണ്. കഥ തുടരും. തച്ചോളി ഒതേനക്കുറുപ്പ് പാലാട്ട് കോമൻ്റെ വകയിൽ ഒരു അമ്മാവനാണ്. പാലാട്ടുകാരും തച്ചോളിക്കാരും തമ്മിൽ വളരെ പണ്ടൊരു വീട് പോലെ കഴിഞ്ഞിരുന്നവരാണ്. എന്തോ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഇപ്പോൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമില്ല. എന്നാൽ പിണക്കവുമില്ല. കുങ്കിയമ്മയ്ക്ക് തൻ്റെ മുറ സഹോദരനായ ഒതേനക്കുറുപ്പിനെ കുറിച്ച് വലിയ മതിപ്പും സ്നേഹവുമാണ് താനും. കുങ്കിയമ്മ ഒതേനൻ്റെ കഥകളൊക്കെ മകനെ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. അപ്പോൾ മുതൽക്കേ കോമനൊരാഗ്രഹം: ആ അമ്മാവനെ ചെന്നൊന്ന് കാണണം. മാത്രവുമല്ല, ഉണ്ണിയമ്മയെ കുറുപ്പന്മാരിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനുള്ള തൻ്റെ തീരുമാനത്തിന് എല്ലാ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും വേണം. ഒതേനക്കുറുപ്പ് പല അംഗങ്ങൾ ജയിച്ച രാജാവിനാൽ ബഹുമാനിക്കപ്പെട്ട് കഴിയുന്ന സമയമാണിത്. അടുത്ത ദിവസം രാവിലെ കോമൻ അമ്മയുടെ അനുവാദത്തോടെ തച്ചോളി മാണിക്കകത്തേക്ക് പോയി. ഒതേനനും ചാപ്പാനും കളരി കഴിഞ്ഞ് മടങ്ങിയെത്തവേ വീടിനുള്ളിൽ കുഞ്ഞിക്കൊങ്കിയോട് സംസാരിച്ച് നിൽക്കുന്ന കോമക്കുറുപ്പിനെ കണ്ടെങ്കിലും
ആളെ മനസ്സിലായില്ല. അവർ പടികടന്നു വന്നപ്പോൾ കുഞ്ഞിക്കുങ്കി പറഞ്ഞു, ഇത് അനന്തരവൻ പാലാട്ട് കോമൻ. അമ്മാവനെ കാണാനെത്തിയതാണ്. കോമൻ കാൽ തൊട്ട് വന്നിക്കും മുൻപേ ഒതേനൻ അവനെ വാരിപ്പുണർന്നു. നിന്നെ കാണുവാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനും ചാപ്പാനും. കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. 90-ാം വീടരുടെ കടുങ്കൈകൾക്ക് ഒരു ചുട്ട മറുപടി തന്നെ കൊടുക്കണം. ഞങ്ങളുടെ എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകും. ചാപ്പൻ പറഞ്ഞു. 90-ാം വീടരുടെ കുടിപ്പകയ്ക്ക് മുതലും പലിശയും ചേർത്ത് കണക്ക് തീർക്കുവാനുള്ള സമയം വൈകിയിരിക്കുന്നു. അവർ 3 പേരും ചേർന്ന് ഭാവി നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ചാപ്പൻ പരിപാടിക്ക് രൂപം നൽകിക്കൊണ്ട് പറഞ്ഞു, നാളെയും മറ്റന്നാളും അയ്യപ്പൻകാവിലെ വേൽപൂരങ്ങളാണ്. 90-ാം വീട്ടിലെ കറുപ്പന്മാർ ഒന്നില്ലാതെ പൂരത്തിനെത്തും. ഉണ്ണിയമ്മയെ സ്വതന്ത്രയാക്കി പൂരത്തിന് പങ്കെടുപ്പിക്കുവാൻ എന്തായാലും അവർ തയ്യാറായില്ല. ആ അവസരമാണ് മുതലാക്കേണ്ടത്. ഉത്സവം മുറുകി നിൽക്കുന്ന 2-ാം നാൾ കോമൻ 90-ാം വീട്ടിലെത്തി ഉണ്ണിയമ്മയെ മോചിപ്പിച്ചു കൊണ്ടുപോരണം. പോരേണ്ടത് പാലാട്ട് വീട്ടിലേക്കല്ല, അയ്യപ്പൻകാവിലെ ഉത്സവപ്പറമ്പിലേക്കാണ്. കുട്ടി മുതൽ വൃദ്ധന്മാർ വരെ പങ്കെടുക്കുന്ന ആ ജനവലിയെ സാക്ഷി നിർത്തിയാകണം കോമന്റെയും ഉണ്ണിയമ്മയുടെയും എഴുന്നള്ളത്ത്. എഴുന്നള്ളത്ത് എന്ന് വെറുതെ ഭംഗിക്ക് പറഞ്ഞതല്ല. തച്ചോള് വീട്ടിലെ കൊമ്പനാനിയെ അലങ്കരിച്ച് കാവിന് മുമ്പിൽ നിർത്തിയിരിക്കും. 2 പേരും രാജകീയ പ്രൗഢിയോടെ അതിൻ്റെ പുറത്തു വേണം കുറുപ്പന്മാരുടെ മുമ്പിലെത്തുവാൻ. പിന്നെയാണ് പൂരം. ചാപ്പൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഒതേനൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എന്തിനും തയ്യാറായി കടത്തനാടൻ പടയും ഞങ്ങളും അവിടെ ഉണ്ടാകും. കോമൻ അമ്മാവന്മാരെ വണങ്ങി സന്തോഷത്തോടെ ഇറങ്ങവേ ഒതേനൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്റെ അമ്മയോടൊരു പിണക്കവുമില്ലെന്ന് പറയുക. ഇനി പൂരത്തിന് കാണും. പൂങ്കോഴി ചാത്തൻ കൂകി. കോമൻ 7:30 വെളുപ്പിന് ഉണർന്നു. കാവിലെ നിർമ്മാല്യ പൂജയ്ക്കുള്ള വാദ്യമേളങ്ങൾ കേട്ടു തുടങ്ങി. നേരം പുലർന്നു. കോമൻ കുളി കഴിഞ്ഞ് ആദ്യവത്യ വന്ദനം ചെയ്തു. ഇന്നത്തെ പ്രഭാതം കപ്പുള്ളി പാലാട്ട് വീട്ടുകാർക്ക് പുതിയ പ്രഭാതം കാഴ്ചവെക്കുകയാണ്. 100 നൂറ്റാണ്ട് പഴക്കമുള്ള കുടിപ്പകയുടെ കറുത്ത മേഘപടലം ഇന്നത്തെ സൂര്യോദയത്തോടെ ഓടി മറയട്ടെ എന്ന പ്രാർത്ഥനയോടെ കോമൻ പൂജയ്ക്കൊരുങ്ങി. ചന്ദനക്കുറി, തിലകം, പൊൻതിലകം എന്നിവയും കസ്തൂരിയും കളഭവും കൊണ്ടുള്ള കുറികളും വരച്ച് ചന്ദന തൈലവും പൂശി ആയുധ പൂജയും കഴിച്ച് അങ്കക്കച്ചയുടുത്ത് കോമൻ ഒരുങ്ങിക്കഴിഞ്ഞു. പൊങ്കിയമ്മയും കുളി കഴിഞ്ഞൊരുങ്ങി. അവർക്കിന്ന് പ്രധാനപ്പെട്ട 3 ചടങ്ങുകളാണ് മംഗളമാകേണ്ടത്. 1, മകൻ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മോചിപ്പിച്ച് താലി കെട്ടുന്ന ചടങ്ങ്. 90-ാം വീടർ കപ്പുള്ളി പാലാട്ടുകാരെ കുടിപ്പക കൊണ്ട് ബന്ധിപ്പിച്ചിരുന്ന കറുത്ത ചരട് എന്നേക്കുമായി അറ്റുവീഴുന്ന മറ്റൊരു ചടങ്ങ്. പിന്നെ പോരാട്ടത്തിൻ്റെ പൂരം. കോമൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ അമ്മ ഒരു പെട്ടകവും ഒരു വെള്ളിത്തൂക്കുപാത്രവും അവൻ്റെ മുമ്പിൽ വെച്ചു. മോനെ, നീ വെറുതെ പെണ്ണിനെ പിടിച്ചിറക്കി പോരരുത്. അവൾ അവിടെ തന്നെ ദേഹശുദ്ധി വരുത്തി ഈ പെട്ടകത്തിൽ അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആടയാഭരണങ്ങൾ അണിയണം. ശരിയും ഒരു മണവാട്ടിയായി. പിന്നെ നിങ്ങൾ ഒരുമിച്ച് സദ്യ ഉണ്ണണം. അതിനായി ഈ വെള്ളിപ്പാത്രത്തിൽ ചെമ്പാച്ചോറും പാലാട്ട് ചാറുകളും പാലടപ്രഥമനുമുണ്ട്. 2 തൂശനിലകൾ കൂടി മുറിഞ്ഞു വയ്ക്കുക. അയ്യപ്പൻകാവിൽ ഉത്സവത്തിന് അമ്മയുടെ വക പ്രത്യേക പൂജയുണ്ടാകും. അമ്മ തച്ചോളി കുറുപ്പന്മാരോടൊപ്പം അവിടെ കാത്തു നിൽക്കും. ചെന്നേടം ചെന്ന് ജയിച്ചു വാ മോനെ. അമ്മ മകനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. ഒരുങ്ങി നിന്ന വെള്ളക്കുതിരയിലേക്ക് കോമൻ വലതുകാൽ വീശിയപ്പോൾ വലത്തൊഴിഞ്ഞ് ഇലഞ്ഞിത്തറയ്ക്കൽ 2 പൂപ്പൻ ഉറക്കെ ശബ്ദിച്ചു. 90-ാം വീട്ടിലെ ആനയ്ക്കും കാളയ്ക്കും പാമ്പിനും പട്ടിക്കും തത്തകൾക്കുമെല്ലാം തീറ്റയും കരുതി വെച്ചല്ല കോമൻ ചെന്നത്. ഇവിടെയൊക്കെ ഒച്ചവെക്കൽ കേട്ട് പുറത്തിറങ്ങിയ മല്ലന്മാർ കോമനെ കണ്ട് രാജാവിൻ്റെ എഴുന്നള്ളത്തോ ഈശ്വര എന്ന മട്ടിൽ കവാത്ത് മറന്നതുപോലെ നിന്നു. കോമൻ ഉറുമി ചൂണ്ടിയെടുത്തേക്ക് അവർ കൈ ഉയർത്തി നടന്നു. അവരെ പടിപ്പുര അറയിൽ കയറ്റി പൂട്ടിയിട്ടു. കാവൽ നായ്ക്കളെ പൂട്ടിയതോടെ യഥാർത്ഥ നായ്ക്കൾ പിന്നെ കുരനിർത്തി. ആനയ്ക്കലർച്ചയില്ല, മൂരിക്ക് മുക്കറയുമില്ല. പാമ്പുകൾ പത്തിമടക്കി ചുരുണ്ടു. തത്തകൾ പരസ്പരം കുശലം പറഞ്ഞൊതുങ്ങി. പടിവാതിൽ ഇടിവെട്ടുന്ന ശബ്ദത്തോടെ പിളർന്നു വീഴുന്നത് കേട്ട് ഉണ്ണിയമ്മ മയിൽപ്പട പോലെ സന്തോഷിച്ചു. കുതിച്ചെത്തിയ കോമൻ അവളെ പൂട്ടിയിരുന്ന ഇരുമ്പഴിയുടെ 7 താക്കുകൾ വെട്ടിപ്പൊളിച്ചു. ചവിട്ടി തുറന്നപ്പോൾ ഉണ്ണിയമ്മ കണ്ണു തുടച്ച് പുറത്തിറങ്ങി. അവൾ അവനെ കെട്ടിപ്പുണർന്നു. ആലിംഗന ബദ്ധരായ അവർ നിമിഷങ്ങളോളം അങ്ങനെ നിന്നുപോയി. കോമൻ പറഞ്ഞതനുസരിച്ച് അവൾ ദേഹശുദ്ധി വരുത്തിയെത്തി. കൊങ്കിയമ്മ കൊടുത്തയച്ച ആഭരണങ്ങൾ അണിഞ്ഞ് അവൾ പുതുമണവാട്ടിയായി. നിലവറയിലെ നീലക്കണ്ണാടിക്കുമ്മുക്കിൽ അവർ ഒരുമിച്ച് തങ്ങളെ തന്നെ നോക്കി നിന്ന് തൃപ്തരായി. പിന്നെ അവൾ ഇലയിട്ട് കുങ്ങിയമ്മ കൊടുത്തയച്ച സദ്യ 2 പേർക്കുമായി വിളമ്പി ഒരുമിച്ച് ഊണ് കഴിച്ചു. അയ്യപ്പൻകാവിൽ പൂരം പൊടി പൊടിക്കുകയാണ്. കെട്ടുവിളക്കും കാടുവെടിയും കോൽക്കളിയും വേലുകളിയും കണ്ട് ലഹരി പിടിച്ച ജനം ആർത്തു വിളിക്കുന്നു. ആനച്ചന്തങ്ങളിലെ ദീപക്കാഴ്ചകളിലോ ഒന്നുമല്ല ചാപ്പൻ്റെയും ഒതേനൻ്റെയും കണ്ണ്. അവർ ആ ആരവത്തിനായി കാതുകൂർപ്പിച്ച് നിൽപ്പാണ്.
സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. കുങ്കിയമ്മ കാവിലെ തൻ്റെ പ്രത്യേക പൂജയിൽ മുഴുകി പ്രാർത്ഥനയിലാണ്. ദാ കോമനെത്തി. ചാപ്പൻ പറഞ്ഞത് കേട്ട് ഉദയനൻ ചാപ്പനുമൊത്ത് അങ്ങോട്ട് നടന്നു. അയ്യപ്പൻ്റെ തിരുവെഴുന്നള്ളത്തിന് സമയമായി. 90-ാം വീട്ടിലെ 10 കുറുപ്പന്മാരും പ്രമാണികളായി ചമഞ്ഞ് അനുയായികളോടും പടയാളികളോടുമൊത്ത് ക്ഷേത്രനടയിൽ ചുറ്റിക്കറങ്ങുകയാണ്. ദാ ഒരു ഭാഗത്ത് മറ്റൊരു മേളം. ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവീദേവന്മാരെ പോലെ പാലാട്ടുകോമനും ഉണ്ണിയമ്മയും തച്ചോളി ഉദയനൻ്റെ കൊമ്പനാന പുറത്തേക്കെന്നുള്ള എഴുന്നള്ളപ്പാണ്. ഉദയനനും ചാപ്പനും തച്ചോളിപ്പടയും അകമ്പടി. കുറുപ്പന്മാർ അകലെ നിന്നും ആ കാഴ്ച കണ്ട് ഞെട്ടി. വരുന്നടാ, മൂത്ത കുറുപ്പ് അലറി. മറ്റു കുറുപ്പന്മാരും അനുയായികളും വാളും പരിചയം വീശി പിറകെ കുതിച്ചു. വെട്ടടാ രണ്ടിനെയും. മൂത്ത കുറുപ്പിൻ്റെ ഉത്തരവ് കേട്ട് മറ്റു കുറുപ്പന്മാരും അനുയായികളും ആനപ്പുറത്തിരുന്ന കോമൻ്റെയും ഉണ്ണിയമ്മയുടെയും നേർക്ക് ഒരുമിച്ച് വാൾ വീശി. കോമൻ്റെ ഉറുമി ഒരു കൊള്ളിമീൻ പോലെ ഇളകി മിന്നി. കുറുപ്പന്മാരുടെയും അനുയായികളുടെയും വാളുകൾ എലിവാണങ്ങൾ പോലെ പറന്ന് ഇങ്ങോ പതിച്ചു. ആനപ്പുറത്തു നിന്ന് പറന്നിറങ്ങിയ കോമൻ്റെ പരാക്രമം കണ്ട് ഉദയനനും ചാപ്പനും പുളകിളകാനണിഞ്ഞു. കുറുപ്പന്മാരുടെ കഴുത്തറ്റ് വീഴുമെന്നായപ്പോൾ ഉദയനനും ചാപ്പനും ഇടപെട്ടു. ഉദയനൻ പറഞ്ഞു, കുറുപ്പന്മാരെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ കീഴടങ്ങുക. ഇവൻ എൻ്റെ അനന്തരവനാണ്. കുറേ കാലമായി നിങ്ങൾക്ക് പേടി സ്വപ്നമായി മാറിയ പാലാട്ടു കോമൻ. നിങ്ങൾക്ക് കഴുത്ത് ഞെരിക്കുവാൻ കിട്ടാതെ പോയ പാലാട്ടെ കുങ്കിയമ്മയുടെ ഏക ആൺതിരി. ഇവൻ നിങ്ങളുടെ പെങ്ങളെ വീട്ടുകഴിഞ്ഞു. ഇനി താലികെട്ട് എന്നൊരു ചടങ്ങേ ബാക്കിയുള്ളൂ. അത് വൈകാതെ ഈ അമ്പലനടയിൽ തന്നെ നടക്കും. കുടിപ്പക തുടരുവാനാണ് ഇനിയും 90-ാം വീടർക്ക് ഭാവമെങ്കിൽ ഇവരോടൊപ്പം തച്ചോളിക്കാരുമുണ്ട്. 90-ാം വീടിൻ്റെ അടിക്കല്ലിളക്കി നിരപ്പാക്കിയിട്ടേ ഞങ്ങൾ പിന്മാറും. പൊറുക്കണേ പൊറുക്കണേ, ഞങ്ങൾക്കിനി ആരോടുമില്ല പക. ഞങ്ങളെ കൊല്ലാതിരുന്നാൽ മതിയേ. കുറുപ്പന്മാരുടെ കരച്ചിൽ കേട്ട് ഉദയനനും ചാപ്പനും ചിരിയടക്കുവാൻ പാടുപെട്ടു. ഉദയനൻ കുങ്കിയമ്മയെ വിളിച്ചു പറഞ്ഞ് അവരുടെ കൈ പിടിച്ച് കുറുപ്പന്മാരുടെ മുന്നിൽ കൊണ്ടു നിർത്തി പറഞ്ഞു, ധീരനായ പാലാട്ടുകോമനെ പ്രസവിച്ച വീരമാതാവാണ് ഈ നിൽക്കുന്ന കുങ്കിയമ്മ. കുറുപ്പന്മാർ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി പെട്ടെന്ന് തലകുനിച്ചു. പെറ്റ മക്കളെപ്പോലെ കുടിപ്പകയുടെ പേരിൽ നീയൊക്കെ കരുണയില്ലാതെ കഴുത്തിഞ്ഞരിച്ച് കൊന്നതിനിടയിലും മനസ്സ് പതറാതെ ഒരു ആൺകുഞ്ഞിനെ നിന്റെ ഒന്നും കേൾക്കാതെ കല്ലറയിൽ വളർത്തി വീരനാക്കിയത് 90-ാം വീട്ടിലെ കുറുപ്പന്മാരുടെ കഴുത്തിഞ്ഞരിച്ച് വീഴ്ത്തുവാൻ മാത്രമാണ്. ഈ അമ്മ മകൻ്റെ നേർക്കൊന്ന് കൺതിരിച്ചാൽ ആ നിമിഷം മുതൽ 90-ാം വീട്ടിൽ ഒരു ആൺതിരി ബാക്കി ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് മാപ്പ് തരണോ കൊല്ലണോ പറയും. വരയ്ക്കുവാൻ തുടങ്ങിയ കുറുപ്പന്മാരുടെ മുഖത്തേക്ക് കുങ്കിയമ്മയുടെ തീപാർന്ന കണ്ണ് മാറി മാറി പതിച്ചു. ഒടുവിൽ അവർക്ക് കണ്ണ് നിറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ മാപ്പാക്കുന്നു, നിങ്ങൾ കരുതിയില്ല. ആ കൊമ്പനാന പുറത്തിരിക്കുന്ന പെങ്ങളല്ലേ എൻ്റെ മരുമകളെ കരുതി മാത്രം. കുറുപ്പന്മാർ കൂട്ടത്തോടെ കുങ്കിയമ്മയുടെ കാൽക്കൽ വീണു. മാപ്പാക്കണേ. യുദ്ധം ജയിച്ച മഹാറാണിയെപ്പോലെ ജയാരവങ്ങളുടെ സ്വീകരിക്കുന്നതിനതുപോലെ ആനപ്പുറത്ത് നിന്ന് കോമൻ്റെ കൈപിടിച്ചിറങ്ങിയ ഉണ്ണിയമ്മയെ ജനം ആവേശത്തോടെ വരവേറ്റു. അയ്യപ്പൻ്റെ എഴുന്നള്ളത്ത് കഴിഞ്ഞു. വെടിക്കെട്ടിന് തീ കൊടുത്തതോടെ മാലപ്പടക്കങ്ങളുടെ വെടിപൂരം. എലിവാണങ്ങൾ ചീറിയുയർന്നു. കോമൻ അമ്പലനടയിൽ ഉണ്ണിയമ്മയുടെ കഴുത്തിൽ താലി വെച്ചു. അത് വെറും ചടങ്ങ് മാത്രം. കാവിലെ പൂരം കഴിഞ്ഞ് മടങ്ങിയ ജനം മറ്റൊരാഘോഷത്തിന് വട്ടം കൂട്ടി. അതിന് മുൻകൈയെടുത്തത് 90-ാം വീട്ടിലെ കുറുപ്പന്മാരും. എല്ലാവരും കുറുപ്പന്മാർക്ക് പിന്നാലെ 90-ാം വീട്ടിലേക്ക് നീങ്ങി. ആനപ്പുറത്തേറിയ നവവധൂവരന്മാരെ വായ്ക്കുരുവിയോടും വാദ്യമേളങ്ങളോടു കൂടി അവർ 90-ാം വീട്ടിലേക്ക് ആനയിച്ചു. 90-ാം വീട്ടിലെ മുറ്റത്ത് വളരെ വേഗം ഒരു പൂപ്പന്തലും കല്യാണ മണ്ഡപവും ഒരുങ്ങി. കസവുമുണ്ടും മുലക്കച്ച കിട്ടിയ ആഭരണങ്ങൾ അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടിയ ഉണ്ണിയമ്മയുടെ കഴുത്തിൽ കോമൻ വെച്ചുകൊടുത്ത മിന്നി കെട്ടുവാൻ ഒരു സുന്ദരി പിന്നിലെത്തവേ 90-ാം വീടർ വായു പൊളിച്ച് പരസ്പരം നോക്കി. കുങ്കിയമ്മ പറഞ്ഞു, കോമനെ പറ്റ ദിവസം അവനെ രക്ഷിക്കുവാൻ ഒരു ദേവതയായി പിറന്ന് അന്ന് അവന് പകരം എൻ്റെ മുലപ്പാൽ നുണഞ്ഞ ചിരുതയാണിവൾ. ആ നിൽക്കുന്ന ചിരുതയുടെ മകൾ. കോമൻ അന്നും ഇന്നും ഇവൾ നേർപ്പെങ്ങൾ. ഔപചാരികമായി വിവാഹ ചടങ്ങും പിന്നെ സദ്യയും നടന്നു. 90-ാം വീടർ കെട്ടി ഉയർത്തിയ കുടിപ്പകയുടെ കോട്ട ഉണ്ണിയമ്മ ഉയർത്തിയ പ്രേമത്തിൻ്റെ പടവാളിന് മുമ്പിൽ ഇടിഞ്ഞും നിരപ്പായി. പുതുമണവാളിനെയും മണവാട്ടിയെയും കപ്പുള്ളി പാലാട്ടേക്ക് യാത്രയാക്കവേ എല്ലാവരുടെയുമായി ഉദയനക്കുറപ്പ് പറഞ്ഞു. കുടിപ്പകയുടെ ഇരുതലവാൾ 2 പക്ഷത്തിനും നാശമേ വരുത്തൂ. ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ഒരു തലവാൾ കൊണ്ട് പൊരുതി മുന്നേറുന്നതാണ് എന്നും നാടിന് നന്ന്. ഇതോടുകൂടി പാലാട്ടുകോമൻ്റെ കഥ അവസാനിക്കുകയാണ്. ഇനി കഥ തുടരുന്നത് തച്ചോളി ഉദയനക്കുറുപ്പൻ്റെ കഥയാണ്. തുടരും.